സ്നേഹാനന്ദങ്ങൾ പ്രിയമുള്ളവരെ, എൻ്റെ കഥയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൊണ്ട് ദൈവം നമുക്ക് ദാനം ചെയ്തുവല്ലോ, നന്ദി പറയാം. എല്ലാ ദിവസങ്ങളും കർത്താവ് നമുക്ക് നൽകുന്ന അവിടുത്തെ പുതിയ അവസരങ്ങളാണ്, ഓപ്പർച്യൂണിറ്റീസാണ്. ഇന്നും കർത്താവിൽ നിന്ന് പ്രാപിക്കാം, ദൈവസന്നിധിയിലേക്ക് അടുത്ത് ചെല്ലാം. നല്ലൊരു ജീവിതാനുഭവമാണ് കേൾക്കാൻ പോകുന്നത്. വളരെ പ്രാർത്ഥനയോടുകൂടി നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. നമ്മളോടൊപ്പം അനുഗ്രഹീതനാകുന്ന ഒരു ദേവദാസൻ കടന്നു വന്നിട്ടുണ്ട്. നമുക്ക് ഈ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, തിരുസന്നിധിയിലേക്ക് അടിയങ്ങൾ കടന്നു വരുന്നു. ഞങ്ങൾ മുറ്റുമായി സമർപ്പിക്കുന്ന കർത്താവെ, ഞങ്ങൾ വിശ്വസിക്കുന്നു ഇന്നത്തെ ശുശ്രൂഷ ഞങ്ങൾക്ക് ഏവർക്കും വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ പോകുകയാണ്. ഞങ്ങളെ സമർപ്പിക്കുന്ന കർത്താവ് പ്രത്യേകമായി ഞങ്ങളുടെ നടുവിലേക്ക് അയച്ചിരിക്കുന്ന അവിടുത്തെ പ്രിയ മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തൻ്റെ ജീവിതാനുഭവങ്ങൾ ഞങ്ങളുടെ ആത്മീയ ജീവിതത്തെ പുതുക്കുവാനും വിശുദ്ധീകരിക്കുവാനും ഒക്കെ കാരണമായി തീരുവാൻ പോകുന്നത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ കുറവശങ്ങളെ ക്ഷമിച്ച് ദൈവമഹത്വം ഞങ്ങളിലൂടെ വെളിപ്പെടണം. കർത്താവെ, വിവിധ ഭാഗത്തുനിന്ന് ഈ വീഡിയോ കാണുന്ന ഓരോ നിൻ്റെ മക്കളെ നീ അനുഗ്രഹിക്കണം. സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. പ്രാർത്ഥനകൾ കേട്ട് വിടുവിച്ചിരിക്കൽ സ്തോത്രം, അനുഗ്രഹിച്ചിരിക്കൽ സ്തോത്രം. കർത്താവെ, പ്രാർത്ഥിച്ചാരംഭിക്കുന്ന ഈ സമയം മുതൽ ഞങ്ങളുടെ ബെനഡിക്ഷൻ പ്രയർ വരെ പ്രത്യേക സാന്നിധ്യം ഉണ്ടാകണം. എല്ലാ മഹത്വത്തേക്ക് തരുന്നു. യേശു മൂലം താഴ്മയായി ചോദിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. ഒത്തിരി സന്തോഷമുണ്ട്. ഇന്ന് നമുക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗസ്റ്റാണ് നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിട്ടുള്ളത്. ഓസ്ട്രേലിയയിൽ നിന്ന് പ്രിയപ്പെട്ട ജെയ്സൺ ജോസഫ്, വളരെ സ്നേഹത്തോടുകൂടെ ആദരവോടുകൂടെ പ്രിയ കർത്താവിൻ്റെ ദാസൻ ജെയ്സനെ ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യുന്നു. വെൽക്കം, പ്രൈസ് ദി ലോർഡ്. താങ്ക് യു പാസ്റ്റർ അങ്കിൾ. ഒത്തിരി സന്തോഷമുണ്ട് നമുക്കിങ്ങനെ ഒരു സമയം അനുവദിച്ചു തന്നതിൽ. പ്രത്യേകിച്ചും നമുക്ക് ഈ ഓസ്ട്രേലിയയുടെ ഒരു ടൈം നമ്മളെക്കാട്ടിലും കുറേ പുറകിലോട്ടായതുകൊണ്ട് പലപ്പോഴും നമുക്ക് ഒരു സമയം മാനേജ് ചെയ്യാനാണ് ബുദ്ധിമുട്ട് വരുന്നത്. എനിക്ക് തോന്നുന്നു അമേരിക്കയിലുള്ളവർക്കുമായിട്ട് നമുക്ക് വലിയ ടൈം വ്യത്യാസമുണ്ട്, പക്ഷേ എന്നാലും ടൈം മാനേജബിളാണ്. ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണർന്ന് എഴുന്നേറ്റ് വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേക്ക് ഓസ്ട്രേലിയക്കാർ നല്ല ഉറക്കത്തിലാകും. ദൈവത്തിൻ്റെ സ്തോത്രം, ദൈവത്തിൻ്റെ സ്തോത്രം. ഓസ്ട്രേലിയയിൽ എവിടെയാ? അങ്കിളെ, ഞാൻ മെൽബൺ എന്ന് പറയുന്ന സ്ഥലത്താണ്. മെൽബണില്ല? ഓ ശരി. മെൽബണിൽ മലയാളികളൊക്കെ ഒത്തിരി ഉണ്ടോ ഇപ്പം? ഇപ്പോൾ ഒത്തിരി മലയാളികളുണ്ട് ഇവിടെ. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഒത്തിരി പേര്, പ്രത്യേകിച്ച് UK, അയർലൻഡ് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് ഒത്തിരി ആൾക്കാർ ഇങ്ങോട്ട് മൈഗ്രേറ്റും ചെയ്യുന്നുണ്ട്. അതെ അതെ അതെ. ചർച്ചസ് ഉണ്ട്. ഞാനൊരു മലയാളി ചർച്ചിലാണ് ഇവിടെ കൂടുന്നത്. ലൈഫ് സ്പ്രിംഗ് ചർച്ച് എന്നാണ് അതിൻ്റെ പേര്. അതുപോലെ അനുഗ്രഹിക്കപ്പെട്ട മറ്റ് മലയാളി സഭകളും ഉണ്ട് മെൽബണിൽ. ദൈവത്തിൻ്റെ സ്തോത്രം, ദൈവത്തിൻ്റെ സ്തോത്രം. അപ്പോൾ ഓസ്ട്രേലിയയിലാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒന്ന് പരിചയപ്പെടണമല്ലോ. നാട്ടിൽ എവിടെയാണ്, നാട്ടിലുള്ള സ്ഥലം, മാതാപിതാക്കൾ, കുടുംബം, ഇങ്ങനെയൊക്കെയുള്ള ഇൻഫർമേഷൻ പറയുകയാണെങ്കിൽ നമ്മുടെ വ്യൂവേഴ്സിന് അതൊരു ബ്ലെസ്സിങ് ആയിരിക്കും. തീർച്ചയായിട്ടും. എൻ്റെ സ്വദേശം മല്ലപ്പള്ളിക്കടുത്ത് തുരുത്തിക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞങ്ങളുടെ വീട്ടുപേര് മധുരം പൊയ്കയിൽ. പപ്പ, മമ്മി, എൻ്റെ സിസ്റ്റർ, ഞാൻ, അങ്ങനെ ഞങ്ങൾ ഉൾപ്പെടുന്ന ഒരു ചെറിയ കുടുംബമാണ് ഞങ്ങളുടേത്. ഇപ്പം ഞാനും എൻ്റെ സിസ്റ്ററും ഞങ്ങൾ മാരീഡായി. പപ്പായും മമ്മിയും അവർ ദീർഘവർഷങ്ങൾ ഗൾഫിൽ ജോലിയായിരുന്നു. അതിനുശേഷം ഇപ്പം അവരും റിട്ടയറായി നാട്ടിലായിരിക്കുന്നു. ഞങ്ങളുടെ പഠനത്തിൻ്റെ ഒരു ഭാഗം ഞങ്ങൾ ഗൾഫിലായിരുന്നു. അതിനുശേഷം ഞാൻ ഉപരിപഠനത്തോടുള്ള ബന്ധത്തിൽ ഓസ്ട്രേലിയയിലേക്ക് വന്നത്. എൻ്റെ സിസ്റ്റർ അതിനുശേഷം ഇന്ത്യയിൽ ഉപരിപഠനം ചെയ്തു. ഡോക്ടറാണ്. സിസ്റ്ററും ഹസ്ബൻഡിൻ്റെ പേര് ഡെന്നി. അവർ കുടുംബമായിട്ട് 3 കുഞ്ഞുങ്ങളോടൊപ്പം കോട്ടയത്ത് താമസിക്കുന്നു. ഞാൻ, എൻ്റെ വൈഫ് വിനീത, കർത്താവ് ഞങ്ങൾക്ക് 3 കുഞ്ഞുങ്ങളെ ദാനമായിട്ട് നൽകി. മൂത്ത ആൾ എസ്ര, 6 വയസ്സാകുന്നു. രണ്ടാമത്തെ ആൾ മൈക്ക, 4 വയസ്സ്. മൂന്നാമത്തേത് ഒരു പെൺകുഞ്ഞ് നേറ, 2 വയസ്സാകുന്നു. അതാണ് ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട കുടുംബത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. തിരുത്തിക്കാട്ടിലെ വീട്ടുപേര് പറഞ്ഞപ്പോൾ ഒരു ഹൃദയത്തിൻ്റെ അകത്തൊരു കുളിർമ. മധുരം പൊയ്ക അല്ലേ? അതെ, മധുരം പൊയ്കയിൽ. നല്ലൊരു വീട്ടുപേരാണ്. നല്ല മധുരമുള്ള ഒരു പൊയ്ക. പൊയ്ക എന്ന് പറയുമ്പോൾ ഒരു തടാകമെന്നോ ഒരു അല്ലേ, വാട്ടർ റിസോഴ്സ് എന്നല്ലേ അതിൻ്റെ അർത്ഥം അല്ലേ? അതെ. ദൈവത്തിൻ്റെ സ്തോത്രം. മലയാളമൊക്കെ അറിയാമോ നന്നായിട്ട്? കാരണം ഗൾഫിൽ കുറേ പഠിച്ചെന്ന് പറഞ്ഞുകൊണ്ടാണ് ചോദിക്കുന്നത്. അറിയാം അങ്ങളെ, എനിക്ക് മലയാളം എഴുതാനായിട്ട് ഇപ്പം അത്ര വശമില്ല. വായിക്കാം, നന്നായി സംസാരിക്കാം. ശരി. ഗൾഫിൽ എവിടെയായിരുന്നു? ഞങ്ങൾ താമസിച്ചത് ഷാർജയിലായിരുന്നു. പപ്പ ദുബായിൽ ജോലി ചെയ്തു. ഞങ്ങൾ അവിടെ IPC ശാലയം എന്ന് പറയുന്ന ദൈവസഭയിലാണ്, ട്രിനിറ്റി ചർച്ചിൽ കൂടിക്കൊണ്ടിരുന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം. അപ്പോൾ ഞാൻ ഒരു
കുറച്ച് ജീവിതാനുഭവങ്ങൾ മുഴുവനായിട്ട് എനിക്ക് കേൾക്കാൻ പറ്റിയില്ല. മറ്റൊരു സൂം മീറ്റിങ്ങിൽ വന്ന് പറയുന്നത് എൻ്റെ വൈഫിനെ കാണിച്ചു. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പിന്നെ കോണ്ടാക്റ്റ് ചെയ്തത്. വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ജീവിതാനുഭവം എനിക്ക് തോന്നി വളരെ പെട്ടെന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി കൊണ്ടുവരണമെന്ന്. പക്ഷേ എന്നാലും നമ്മുടെ ഈ പറഞ്ഞതുപോലെ ആസ്ട്രേലിയക്കാർ നമ്മളെക്കാട്ടിലും നേരത്തെ സൂര്യനെ കാണുന്നത് കൊണ്ട് നമുക്ക് ആ ടൈം ഒന്ന് മാച്ച് ചെയ്യാൻ പറ്റിയില്ല. അതന്നെയല്ലേ നിങ്ങളൊക്കെ വർക്കിംഗ് അല്ലേ, ഞങ്ങളെപ്പോലെ അല്ലല്ലോ, ഞങ്ങൾക്ക് ടൈം ഫ്ലെക്സിബിളാണ്. എനിവേ ഇന്ന് ദൈവം അതിനെ സാഹചര്യം ഒരുക്കിയതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പം ജീവിതാനുഭവങ്ങളൊക്കെ പറയാം കേട്ടോ, ഞാൻ കേൾക്കാൻ റെഡിയാണ്. ഞാൻ മുഴുവൻ കേട്ടില്ല, സ്വല്പമേ കേട്ടുള്ളൂ. അതുകൊണ്ട് ബാക്കി കേൾക്കാനുള്ള ഒരു വലിയൊരു ആകാംക്ഷ എനിക്കുമുണ്ട്. അപ്പം അത്യാവശ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇടയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കുക. അപ്പം ജെയ്സണ് തന്നെ ഞാൻ ഇടയ്ക്ക് പാസ്റ്റർ എന്ന് വിളിക്കുമായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ പാസ്റ്ററൊന്നും ആയിട്ടില്ല, മിനിസ്ട്രി എന്തോ ചെയ്യുന്ന, അങ്ങനെ ഇൻവോൾവ്മെൻറ്റ് എന്തോ ഉള്ളത്? അങ്ങളെ ഇവിടുത്തെ ചർച്ചിൽ, അതായത് ഞാൻ കൂടിക്കൊണ്ടിരിക്കുന്ന ലൈഫ് സ്പ്രിംഗ് ചർച്ചിൻ്റെ മിനിസ്ട്രി ടീമിൽ ഒരു ഭാഗമാണ്. അപ്പോൾ ഇവിടെ ദൈവം തരുന്ന അവസരങ്ങളിലൊക്കെ കർത്താവിൻ്റെ വചനം ശുശ്രൂഷിക്കുന്നു. യൗവനക്കാരുടെ ഇടയിൽ പ്രവർത്തിപ്പാനായിട്ട് കർത്താവ് അവസരത്തെ തന്നിട്ടുണ്ട്. കഴിഞ്ഞ ഏകദേശം ഒരു 1.5 വർഷങ്ങളായിട്ട് ഓസ്ട്രേലിയയുടെ തന്നെ മറ്റ് സ്ഥലങ്ങളിൽ കർത്താവിനെ ശുശ്രൂഷിപ്പാനായിട്ട് ദൈവം ഒരു അവസരം ഒരുക്കി. സ്തോത്രം. കുഴപ്പമില്ല. അപ്പം എനിക്ക് ജെയ്സൺ എന്ന് വിളിക്കാമല്ലോ അല്ലേ? പ്രായം കൊണ്ട് നമ്മൾ നല്ല വ്യത്യാസമുണ്ടോ? അതാണ് കംഫർട്ടബിൾ. പുതിയ തലമുറയിലെ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ, നിങ്ങൾ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നത് കാണുമ്പോൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പം കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. തീർച്ചയായിട്ടും കേൾക്കാൻ ഞാൻ പറഞ്ഞതുപോലെ ഞങ്ങൾ തൃത്തിക്കാട് നിന്ന് പപ്പായും മമ്മിയും ദീർഘവർഷങ്ങളായിട്ട് അവർ ഗൾഫിൽ ജോലിയോടുള്ള ബന്ധത്തിലായിരുന്നു. ഞങ്ങളും അവരോടൊപ്പം അവിടെ ആയിരുന്നു. അവിടെ വിദ്യാഭ്യാസം ചെയ്തു. എൻ്റെ 12th കഴിഞ്ഞതിന് ശേഷം ഞാൻ അവിടെ തന്നെ ബാച്ചിലേഴ്സ് കണ്ടിന്യൂ ചെയ്തു. ആ സമയത്ത് തന്നെ ഒരു ജോലിയും ചെയ്യുന്നുണ്ടായിരുന്നു. 3 വർഷത്തോളം അവിടെ ജോലി ചെയ്തതിന് ശേഷമാണ് ഉപരിപഠനത്തോടുള്ള ബന്ധത്തിൽ ഓസ്ട്രേലിയയിലേക്ക് ഞാൻ 2009 എത്തുന്നത്. 2009 വന്നു. മാസ്റ്റേഴ്സ് ഡിഗ്രി ഇവിടെ തുടക്കം ചെയ്തു. 2011 ആയപ്പോഴത്തേന് ആദ്യത്തെ മാസ്റ്റേഴ്സ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് രണ്ടാമത്തെ ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രി പഠിക്കുവാനായിട്ട് തുടങ്ങി. ആ സമയത്താണ് നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ജീവിതത്തിൻ്റെ ഒരു ഡാർക്ക് ചാപ്റ്റർ എന്ന് ഞാൻ അന്ന് വിളിച്ചെങ്കിലും ഇന്ന് വളരെ സന്തോഷത്തോടെ തിരിഞ്ഞു നോക്കുന്ന ഒരു അധ്യായം എൻ്റെ ജീവിതത്തിലുണ്ട്. ഇടയ്ക്ക് ഞാൻ ചോദിക്കട്ടെ, വിശ്വാസ കുടുംബത്തിൽ ജനിച്ചു വളർന്നതൊക്കെ അല്ലേ? അതെ. ആ ഒരു യങ് ഏജിലെ ബാല്യകാലത്തെ ഗൾഫിലൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഒരു സ്പിരിച്വൽ എക്സ്പീരിയൻസ് എന്തായിരുന്നു? എന്തെങ്കിലും അങ്ങനെ ഒരു സ്പിരിച്വൽ എൻകൗണ്ടേഴ്സോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? റിയലി ആ ഒരു സമയങ്ങളെക്കുറിച്ച്, ചെറിയ പ്രായത്തെക്കുറിച്ചൊക്കെ ഒന്ന് മെൻഷൻ ചെയ്തിട്ട് പറയുകയാണെങ്കിൽ അതോടെ നമുക്ക് കേൾക്കാമായിരുന്നു. തീർച്ചയായിട്ടും. എൻ്റെ പപ്പായും അമ്മയെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർ വളരെ വിശ്വാസത്തിന് വേണ്ടി നിലനിൽക്കുകയും വിശ്വാസത്തിന് വേണ്ടി വില കൊടുക്കുവാൻ തയ്യാറുള്ള ഒരു മാതാപിതാക്കളായിരുന്നു. നല്ല പ്രാർത്ഥനാ ജീവിതവും നല്ല ക്രിസ്തീയ ജീവിതവും ഞങ്ങളുടെ മുമ്പിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹീതരായ മാതാപിതാക്കളെ കർത്താവ് തന്നു. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ ചോദിച്ച ആ ചോദ്യത്തിന് മറുപടി പറയുകയാണെങ്കിൽ, ചെറുപ്പത്തിൽ അങ്ങനെ പ്രത്യേകമായിട്ടൊരു സ്പിരിച്വൽ എൻകൗണ്ടറുകളായിട്ടൊന്നും എൻ്റെ ജീവിതത്തിൽ തോന്നിയിരുന്നില്ല. ഒരു നോർമൽ പെന്റിക്കോസ്റ്റൽ കുടുംബത്തിൽ ജനിച്ച പിള്ളേരെങ്ങനെ വളരുന്നത് അങ്ങനെ വളർന്നു, അത്രേ ഉള്ളൂ. തീർച്ചയായിട്ടും. പേരൻസ് ഫസ്റ്റ് ജനറേഷൻ പെന്റിക്കോസ്റ്റൽസ് ആണോ അതോ അവരുടെയും ബാക്ക്ഗ്രൗണ്ട് എന്തുവാ? പേരൻസ്, എൻ്റെ ഗ്രാൻഡ് പേരൻസ് അവർ വിശ്വാസത്തിലാണ് ആദ്യം വരുന്നത്. അതിനുശേഷമാണ് എൻ്റെ പേരൻസ് വിശ്വാസത്തിൽ വരുന്നത്. അതുകൊണ്ടൊരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടു. ആ ഒരു നോർമൽ രീതിയിൽ പോകുന്ന ഒരു ജീവിതശൈലിയായിരുന്നു എനിക്കും ഉണ്ടായിരുന്നത്. എന്നാൽ ഞാൻ പറഞ്ഞതുപോലെ മാതാപിതാക്കൾ വളരെ കർത്താവിന് വേണ്ടി നിൽക്കണം, വിശ്വസ്തയോടെ കർത്താവിനെ സേവിക്കണം എന്നൊക്കെ ആഗ്രഹമുള്ള രണ്ടുപേരായിരുന്നതുകൊണ്ട് ഞങ്ങളുടെ ചെറുപ്പത്തിലൊക്കെ വളരെ തീക്ഷ്ണതയോടെ ഓരോ കൂട്ടായ്മകൾക്ക് ഞങ്ങളെ കൊണ്ടുപോകുമായിരുന്നു. ഓരോ ദൈവിക കാര്യങ്ങളിലും ഞങ്ങളെ ഉൾപ്പെടുത്തുമായിരുന്നു. എങ്കിൽ പോലും എനിക്കതിൻ്റെ പ്രാധാന്യതയൊന്നും മനസ്സിലായിരുന്നില്ല. ഞാനൊരു ചടങ്ങിന് പോകുന്നു എന്ന് പറയത്തക്ക വിധത്തിൽ ആ കൂട്ടായ്മകളിൽ പങ്കെടുത്തു എന്നല്ലാതെ അതിനപ്പുറമായിട്ടൊരു ചലനമോ ഒരു മാറ്റമോ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. വാസ്തവമായിട്ടും എൻ്റെ ജീവിതത്തിൽ ഒരു ദൈവിക സ്പർശനം ഞാൻ അനുഭവിക്കുകയും ദൈവത്തോട് എന്നെ ഒന്നും അടുപ്പിക്കുകയും ചെയ്തത് ഞാൻ വിശ്വസിക്കുന്നു 2011 ജീവിതത്തിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ആ ഒരു പ്രത്യേക ജീവിതാനുഭവമാണ് എന്നെ കർത്താവിലേക്ക് ആഴമായിട്ട് എന്നെ അടുപ്പിച്ചതെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു.
അപ്പം 2011 ഞാൻ നേരത്തെ പറഞ്ഞ 2011 ഞാൻ ഓസ്ട്രേലിയയിലേക്ക് 2009 വന്നു. 2011 രണ്ടാമത്തെ മാസ്റ്റേഴ്സ് ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു 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 സമയമായിരുന്നു. ആം, എൻ്റെ ജീവിതത്തിലെ എല്ലാ അനുഭവങ്ങളും ആ ഒരു സമയം വരെ ഏറ്റവും നന്നായിട്ട് പോയിക്കൊണ്ട് തന്നെ ഇരിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് നല്ലൊരു ജോലി കർത്താവ് നൽകി. നല്ല ജീവിത സാഹചര്യങ്ങളും അനുഭവങ്ങളും കർത്താവ് എനിക്ക് നൽകി. ജോലിയിൽ ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. ഞാൻ ആ ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്തിട്ടാണ് പഠിക്കാനായിട്ട് ഇവിടെ വന്നതെങ്കിലും ഞാനിവിടെ വന്ന അതേ മാസം എനിക്ക് ഞങ്ങളുടെ ആ ഓഫീസിൽ നിന്ന് എനിക്ക് കോൾ ലഭിക്കുകയും എനിക്ക് ആ ജോലിയുടെ ഒരു ഭാഗമായിട്ട് തന്നെ ഇവിടെ കണ്ടിന്യൂ ചെയ്യുവാനും ദൈവം സഹായിച്ചു. ഇപ്പോൾ യൂഷ്വലി ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് മറ്റൊരു രാജ്യത്ത് പോകുമ്പം അങ്ങനെ ഒരു ജോലിയുടെ ക്രമീകരണമൊക്കെ ലഭിക്കുക എന്ന് പറയുന്നത് വളരെ വളരെ അങ്ങനെ പ്രസക്തമല്ലാത്തൊരു കാര്യമാണ്. എങ്കിലും കർത്താവ് അങ്ങനെ ഒരു അവസരം എൻ്റെ ജീവിതത്തിൽ ഒരുക്കി. അതുകൊണ്ട് എനിക്ക് ഒരു സ്റ്റുഡൻ്റ് ആയിരിക്കുമ്പോൾ തന്നെ നല്ല ഒരു പാർട്ട് ടൈം ജോലി കർത്താവ് നൽകി. ഞാൻ അതിലും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആരോഗ്യപരമായിട്ട് ഞാൻ വളരെ ഹെൽത്തി ആയിരുന്നു. യാതൊരു ഹോസ്പിറ്റൽ ഹിസ്റ്ററിയോ റെക്കോർഡ്സോ ഒന്നും എനിക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളിൽ നിന്ന് നോക്കുമ്പോൾ ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. അങ്ങനെ 2011 ഒരു മിഡ് ഇയർ കഴിഞ്ഞു. ഒരു ജൂലൈ മാസത്തിലാണ് എൻ്റെ ജീവിതത്തിലെ ഒരു ഫസ്റ്റ് ടേണിംഗ് പോയിന്റ് സംഭവിക്കുന്നത്. ജൂലൈയിൽ ഒരു ദിവസം ഒരു രാത്രി ഞാൻ കിടന്നുറങ്ങുമ്പോൾ, ഞാൻ സ്റ്റുഡൻ്റായിട്ട് താമസിക്കുന്ന അക്കോമഡേഷനിൽ ഞാൻ ഒരു രാത്രി കിടന്നുറങ്ങുമ്പോൾ ആരോ വളരെ ഉച്ചത്തിൽ, വളരെ ഒരു ലൗഡ് സ്പീക്കറിൽ ലൗഡ് സ്പീക്കർ ചെവിക്ക് അടുത്ത് വെച്ചാൽ എങ്ങനെ പറയുമോ അതുപോലെ ഞാനൊരു ശബ്ദം എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കേൾക്കുകയാണ്. ആ കേട്ട ശബ്ദം ഇതായിരുന്നു: നോ വെപ്പൺ ഫോംഡ് അഗെയിൻസ്റ്റ് യു വിൽ പ്രോസ്പർ. അത് രാത്രിയിൽ ഏകദേശം ഒരു 2:30-3 മണിക്കിടയ്ക്ക് ഒരു സമയത്താണ് ഞാൻ ആ ശബ്ദം കേൾക്കുന്നത്. പെട്ടെന്ന് ഞാൻ ഞെട്ടി ഉണർന്നു ഈ ശബ്ദം കേട്ട്. എൻ്റെ ഒരു റൂംമേറ്റ് ഉണ്ടായിരുന്നു. ഞാൻ നോക്കിയപ്പോൾ റൂംമേറ്റ് നല്ല ഉറക്കത്തിലാണ്. ഞാൻ എൻ്റെ വിൻഡോയിലൂടെ വെളിയിലോട്ട് നോക്കി. ആരെയും കാണാൻ പറ്റുന്നില്ല. തണുപ്പ് സമയമാണ്, ജൂലൈ എന്നൊക്കെ പറയുന്നത് മെൽബണിൽ. ഹീറ്ററിൻ്റെ ലൈറ്റ് ഉണ്ട് റൂമിൽ, അതല്ലാതെ മറ്റ് വെളിച്ചമൊന്നുമില്ല. ഇത് എന്നെ അല്പം ഭയപ്പെടുത്തുകയും ചെയ്തു. അത്രയുമല്ല, ആ സമയത്ത് ഈ കേട്ട ഈ വാക്കുകൾ വേദപുസ്തകത്തിലെ ഒരു വാക്യമാണെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. എങ്കിൽ തന്നെയും ഞാൻ ഇത് ഞങ്ങളുടെ ചർച്ചിലെ പാസ്റ്ററോട് പറഞ്ഞു. വന്ന നാൾ മുതൽ ഇന്ന് വരെയും എൻ്റെ പാസ്റ്റർ വിൽസ് തോമസ് എന്ന് പറഞ്ഞ ദൈവദാസനാണ്. ഞാൻ അടുത്ത ദിവസം അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, പാസ്റ്റർ, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ആദ്യമായിട്ട് ഒരു ശബ്ദം ഞാൻ എൻ്റെ ചെവിയിൽ കേട്ടു. അത് ഇന്നതായിരുന്നു എന്ന് ഞാൻ അദ്ദേഹത്തോട് ഷെയർ ചെയ്തു. അദ്ദേഹം പറഞ്ഞു, നമുക്ക് ഈ വിഷയം ദൈവസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, വിശ്വസിക്കുന്നു. ഓഗസ്റ്റ് മാസം ആദ്യം ആയ സമയത്തേക്ക്, ജൂലൈ മാസം അവസാനമായ സമയത്തേക്ക് എന്നോട് പറഞ്ഞു, നമുക്ക് ഇതിനു വേണ്ടി കുറച്ച് ദിവസങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിക്കാം. എന്താണ് ദൈവത്തിൻ്റെ നിയോഗം, ദൈവത്തിൻ്റെ ഗൈഡൻസ് ഇതിൽ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി നമുക്ക് കുറച്ച് ദിവസങ്ങൾ ദൈവസന്നിധിയിൽ ഉപവസിച്ചിരുന്ന് പ്രാർത്ഥിക്കാമെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. അങ്ങനെ ഓഗസ്റ്റ് മാസം 1-ാം തീയതി മുതൽ 21 ദിവസം ഉപവസിക്കുവാനായിട്ട് ഞാൻ തീരുമാനിച്ചു. അങ്കിൾ നേരത്തെ ചോദിച്ചതുപോലെ ഒരു ക്രിസ്തീയ കുടുംബത്തിൽ വളർന്നത് കൊണ്ടുള്ള എക്സ്പീരിയൻസസിൽ ഉപവാസം എടുത്തിട്ടുണ്ട്. എങ്കിലും അങ്ങനെ ലെങ്തി ആയിട്ടുള്ള ഉപവാസങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒത്തിരി നാളിന് ശേഷം ഞാൻ ദൈവസന്നിധിയിൽ 21 ദിവസം ഉപവാസം എടുക്കാനായിട്ട് തീരുമാനിച്ചു. ഓഗസ്റ്റ് മാസം 1-ാം തീയതി മുതൽ ആ ഉപവാസം ആരംഭിച്ചു. ഓഗസ്റ്റ് 21, 2011 ഒരു സൺഡേ ആണ്. ആ സൺഡേ അവസാനിപ്പിക്കാമെന്നുള്ള ഒരു രീതിയിലാണ് ആ ഉപവാസം തുടങ്ങിയത്. അങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ മുന്നോട്ട് പോയി. ഞാൻ ചിന്തിക്കുന്നത് ഒന്നുകിൽ എൻ്റെ പഠനത്തോടുള്ള ബന്ധത്തിൽ, അല്ലെങ്കിൽ എൻ്റെ ജോലിയിൽ, ഈ 2 മേഖലയിൽ ഏതെങ്കിലും ഒന്നിൽ ഒരു പ്രതിസന്ധി ഉണ്ടാകുമായിരിക്കാം. അതുകൊണ്ടാണ് അപ്രകാരം ഒരു ശബ്ദം ഞാൻ കേട്ടത് എന്ന ഒരു ചിന്തയാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞാൻ ഒരു അനുഭവത്തിലൂടെ കടന്നു പോകുമെന്ന് ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല.
സോ ഓഗസ്റ്റ് 21 സൺഡേയുടെ പ്രീവിയസ് സൺഡേ എൻ്റെ കർത്താവദാസൻ പറഞ്ഞു, ഉപവാസത്തോടൊക്കെ ഇരിക്കുകയല്ലേ, നമുക്ക് കുറച്ച് സമയം വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് ഞാൻ അദ്ദേഹത്തോടും കുടുംബത്തോടും കൂടെ ചേർന്ന് ആരാധന കഴിഞ്ഞ് അല്പനേരം പ്രാർത്ഥിക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോയി. അങ്ങനെ ആ ഞായറാഴ്ച വൈകുന്നേരം എൻ്റെ പാസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവിനാൽ അദ്ദേഹത്തിന് ലഭിച്ച ഒരു വചനം എന്ന് പറയുന്നത് സങ്കീർത്തനം 23:4 ആ വേദഭാഗം അദ്ദേഹം പ്രാർത്ഥിച്ചപ്പോൾ ദൈവാത്മാവ് അദ്ദേഹത്തിന് പ്രകാശിപ്പിച്ചിട്ട് എന്നോട് പറഞ്ഞു, ജയ്സ, എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് ഈ വാക്യം എന്നോട് പറയുന്നതെന്ന് എനിക്കറിയത്തില്ല, പക്ഷെങ്കിൽ ജയ്സിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു ഈ വാക്യം ജയ്സിനെ കൈമാറണമെന്ന് പറഞ്ഞ് ആ വാക്യവും എന്നോട് പറഞ്ഞു. ഈവൻ ദോ യു വാക്ക് ത്രൂ ദ വാലി ഓഫ് ഷാഡോ ഓഫ് ഡെത്ത് യു ഷാൽ ഫിയർ നോ ഈവിൾ എന്നുള്ള ആ ഒരു വാക്യവും ആ കർത്താവിൻ്റെ ദാസനോട് പറഞ്ഞു. അപ്പോഴും എനിക്ക് മനസ്സിലാകുന്നില്ല എന്താണ് ഇത് തമ്മിലുള്ള ബന്ധം. ഞാൻ ഉറങ്ങിക്കിടന്നപ്പോൾ കേട്ട ഒരു ശബ്ദവും ഇപ്പോൾ എൻ്റെ പാസ്റ്റർ എന്നോട് പറയുന്ന ആ വാക്യവും ഇത് തമ്മിലുള്ള കോറിലേഷൻ ഒന്നും എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. എനിവേ, ചില ദിവസങ്ങളുടെ മുമ്പോട്ട് പോയി. ഒരു ഫ്രൈഡേ, അടുത്ത ഫ്രൈഡേ, അതായത് 21 തൊട്ട് മുമ്പിലുള്ള ഫ്രൈഡേ, ഞങ്ങളുടെ ചർച്ചിൻ്റെ യൂഷ്വലായിട്ട് നടക്കുന്ന ഒരു കോട്ടേജ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. അന്ന് ഞാൻ വളരെ സ്നേഹിക്കുന്ന ഒരു അച്ഛൻ്റെയും ചേച്ചിയുടെയും ഭവനത്തിലാണ് ആ കോട്ടേജ് മീറ്റിംഗ് നടന്നത്. ഞാൻ ആ കോട്ടേജ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത് കോട്ടേജ് മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഞാൻ താമസിച്ച സ്ഥലത്തേക്ക് പോകാനായിട്ട് ഇറങ്ങി നിൽക്കുമ്പം അവിടുത്തെ ആ അച്ഛൻ എന്നോട് പറഞ്ഞു, നീ ഫാസ്റ്റിംഗ് അല്ലേ, സൺഡേ വരെ ഫാസ്റ്റിംഗ് ആണെന്ന് അറിഞ്ഞു, അതുകൊണ്ട് ഇവിടെ താമസിക്ക്, സൺഡേ ആരാധനയും കഴിഞ്ഞിട്ട് പോകാമെന്ന് എന്നോട് പറഞ്ഞു. അങ്ങനെ അവരുടെ ആ ക്ഷണപ്രകാരം ഞാൻ താമസിക്കുന്നിടത്ത് പോയി ലാപ്ടോപ്പ് എടുത്തുകൊണ്ട് വന്ന് ഞാൻ അവരുടെ വീട്ടിൽ ആ 2 ദിവസം താമസിക്കുവാനായിട്ട് തീരുമാനിച്ചു. ഇതിൻ്റെ ഇടയിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ, എൻ്റെ പേരൻസിൻ്റെ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ അനേകം ദൈവദാസന്മാർ വരാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. പ്രത്യേകിച്ച് ഗൾഫിൽ വിസിറ്റിങ്ങിന് വരുന്ന ദൈവദാസന്മാരും അതേപോലെ ഞങ്ങൾക്ക് പരിചയമുള്ള ദൈവദാസന്മാർ ട്രാൻസിറ്റ് ചെയ്ത് ആ രാജ്യത്തു നിന്ന് മറ്റു രാജ്യങ്ങളിലോട്ടൊക്കെ പോകുമ്പോഴും ഞങ്ങളെ വിളിക്കുകയും അങ്ങനെ ഞങ്ങൾ ഭവനത്തിൽ കൈക്കൊള്ളുകയും ചെയ്യുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ആ സമയത്ത് ഒരു ദൈവദാസൻ, കാനഡയിലേക്ക് പോകുന്ന ഒരു ദൈവദാസൻ, കാനഡയിൽ അദ്ദേഹം ഇപ്പോൾ ശുശ്രൂഷിക്കുന്നുണ്ട്, ബിജു എന്നാണ് ആ കർത്താവിൻ്റെ ദാസൻ്റെ പേര്. അദ്ദേഹം ജൂലൈ മാസം ഞങ്ങളുടെ വീട്ടിൽ വിസിറ്റ് ചെയ്തു, ഷാർജയിൽ. ആ ദൈവദാസൻ ജൂലൈയിൽ ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കാനായിട്ട്, പപ്പായും മമ്മിയോ ആ സമയത്തുള്ളൂ, അവരുടെ കൂടെ പ്രാർത്ഥിക്കാനിരുന്ന സമയത്ത് ദൈവാത്മാവിനാൽ അദ്ദേഹം ഒരു ദൈവിക ആലോചന എന്ന പോലെ എൻ്റെ പപ്പായുടെ മമ്മിയോടും ചോദിച്ചു, അച്ഛനും അമ്മാമയും അടുത്ത മാസം ഓസ്ട്രേലിയയിലേക്ക് പോകുന്നതായിട്ട് പരിശുദ്ധാത്മാവ് എന്നെ കാണിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ പപ്പായും മമ്മിയും ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് അപ്പോൾ കേട്ടത്. കാരണം അവരങ്ങനെ ഒരു കാര്യം പ്ലാൻ ചെയ്തിട്ടേ ഉണ്ടായിരുന്നില്ല. ഡിസംബറിൽ എൻ്റെ ആദ്യത്തെ മാസ്റ്റേഴ്സ് ഡിഗ്രിയുടെ ഗ്രാജുവേഷൻ ഉണ്ടെന്നുള്ള കാര്യം ഞാൻ പപ്പായുടെ മമ്മിയോട് പറഞ്ഞിരുന്നു. ആ സമയത്ത് അവർക്ക് വന്ന് ആ ഗ്രാജുവേഷൻ അറ്റൻഡ് ചെയ്യുവാണെങ്കിൽ നല്ലതായിരുന്നു എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞതുകൊണ്ട് അവർ ആ കാര്യങ്ങളൊന്ന് ക്രമീകരിക്കണമെന്നുള്ള ചിന്ത അവരുടെ മനസ്സിലുണ്ടായിരുന്നു. അല്ലാതെ ഓഗസ്റ്റ് മാസം 2011 അവർ വരുമെന്നുള്ള കാര്യം അവർ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഈ ദൈവദാസൻ അവരോട് ഇങ്ങനെ പറഞ്ഞു, പപ്പായും മമ്മിയും തിരിച്ച് ആ ദൈവദാസനോട് പറഞ്ഞു, അങ്ങനെ ഒന്നും ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടില്ല, അതിൻ്റെ സാധ്യതകളൊന്നും ഇപ്പം ഞങ്ങൾ കാണുന്നില്ല. ഓസ്ട്രേലിയയിലേക്ക് ഒരു വിസിറ്റിങ്ങിന് പോകണമെന്നുണ്ടെങ്കിൽ ഇത്ര ഷോർട്ട് നോട്ടീസിലും കൂടെ പറ്റത്തില്ലല്ലോ, അതിന് മുമ്പേ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ച് വിസയ്ക്കൊക്കെ അപ്ലൈ ചെയ്യണമല്ലോ എന്നൊക്കെ പറഞ്ഞ് അവർ ആ ദൈവദാസനോട് മറുപടി പറഞ്ഞു. അപ്പോൾ ദൈവദാസൻ തിരിച്ച് മറുപടി പറഞ്ഞു, എനിക്ക് നിങ്ങൾ പോകുമോ എന്നുള്ള ഇല്ലയോ എന്നുള്ള കാര്യമല്ല, പരിശുദ്ധാത്മാവ് പറയുന്നു നിങ്ങൾ അടുത്ത മാസം ഓസ്ട്രേലിയയിലേക്ക് പോകുമെന്ന് ഒരു തീർച്ച എന്നവണ്ണം ആ ദൈവദാസൻ എൻ്റെ മാതാപിതാക്കളോട് ഒരു ദൈവിക ആലോചനയും പറഞ്ഞു. ഇപ്പം ഞാൻ പറഞ്ഞ് നിർത്തിയത് ഓഗസ്റ്റ് 21, 2011 തൊട്ട് മുമ്പിലുള്ള ഫ്രൈഡേ ഞങ്ങളുടെ ചർച്ചിൻ്റെ കോട്ടേജ് മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഞാൻ ഈ അച്ഛൻ്റെയും ചേച്ചിയുടെയും വീട്ടിൽ അന്ന് രാത്രി താമസിക്കാൻ തീരുമാനിച്ചു. രാത്രിയിൽ ഏകദേശം 1:30-2 മണി വരെ, വെളുപ്പിനെ സാറ്റർഡേ ഏർലി മോർണിംഗ് 2 മണി വരെ എനിക്കൊരു അസൈൻമെൻറ്റ് മൺഡേ രാവിലെ സബ്മിറ്റ് ചെയ്യാനുണ്ടായിരുന്നതിൻ്റെ കണ്ടിന്യൂവേഷൻ ഞാൻ അവിടെ ചെയ്ത് 2 മണി ആയപ്പോൾ തന്നെ ഞാൻ ആ പഠനം നിർത്തി ഉറങ്ങാനായിട്ട് കിടന്നു.
ഉറങ്ങാൻ കിടന്ന സമയം എനിക്ക് ഉറക്കം ലഭിക്കുന്നില്ല. അതായിരുന്നു എൻ്റെ ഉണ്ടായിരുന്ന ഒരു അസ്വസ്ഥത എന്ന് പറയുന്നത്. അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനൊരാഴ്ച മുമ്പ് ഒരല്പം പനി വന്നു, പക്ഷേ അത് മാറി. എന്നാൽ ആ പെർട്ടിക്കുലർ നൈറ്റിൽ എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല എന്നുള്ളൊരു പ്രയാസം മാത്രമാണ് എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നത്. തിരിഞ്ഞും മറിഞ്ഞുമൊക്കെ ഞാൻ കിടന്നു നോക്കി, പക്ഷെ ഉറങ്ങാൻ പറ്റുന്നില്ല. ഞാൻ അന്നും ഇന്നും ആ, ഉറങ്ങാൻ കിടക്കുമ്പോൾ പെട്ടെന്ന് ഉറങ്ങുന്ന ഒരു രീതിയാണ് എനിക്കുണ്ടായിരുന്നത് കൊണ്ട് ഞാനൊരു 5 മിനിറ്റ്സിനുള്ളിൽ, മാക്സിമം 5 മിനിറ്റ്സിനുള്ളിൽ ഞാൻ അങ്ങ് ഉറങ്ങും. അന്ന് രാത്രി എനിക്ക് ഉറങ്ങാൻ മാത്രം പറ്റുന്നില്ല. വെള്ളിയാഴ്ച ആ സമയത്ത് ആരാധന ദുബായിലായിരുന്നതുകൊണ്ട് എൻ്റെ പപ്പായും മമ്മിയും ഞാൻ വിളിച്ച് ഞാൻ പറഞ്ഞു, എനിക്ക് ഉറങ്ങാനായിട്ട് ഞാൻ ശ്രമിക്കുന്നു, പക്ഷെ ഉറങ്ങാൻ പറ്റുന്നില്ല. ഏകദേശം 3-3:30 സമയമായി. ഞാൻ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. എന്നാലും ഒരു മണിക്കൂറോടെ കഴിഞ്ഞിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ അടുത്ത റൂമിലുള്ള അച്ചാച്ചനെയും ചേച്ചിയെയും ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് എന്തോ അസ്വസ്ഥത ഫീൽ ചെയ്യുന്നുണ്ട്, എന്തോ ആണെന്ന് എനിക്ക് പറയാൻ അറിയില്ല, പക്ഷെങ്കിൽ എനിക്ക് ഉറങ്ങാനും പറ്റുന്നില്ല, അതുകൊണ്ട് എന്നെ ഒന്ന് ഹോസ്പിറ്റലിലേക്ക് ഒന്ന് കൊണ്ടുപോകാമെന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ ആ ചേച്ചി ഒരു ഹോസ്പിറ്റലിലെ നേഴ്സായിരുന്നു. ആ ചേച്ചി ജോലി ചെയ്യുന്ന സാറ്റർഡേ രാവിലെ ആ ചേച്ചിക്ക് ഷിഫ്റ്റ് ഉണ്ടായിരുന്നതുകൊണ്ട് ആ ഹോസ്പിറ്റലിൽ തന്നെ എന്നെ കൊണ്ടുപോയി കാണിക്കാമെന്നുള്ള കാര്യം പറഞ്ഞു. ഞങ്ങൾ സാറ്റർഡേ രാവിലെ ഹോസ്പിറ്റലിൽ ചെന്നു. അവരെന്നെ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു, ഇവിടെയുള്ള ഈ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഒരു വ്യത്യാസമാണ്, അതുകൊണ്ട് കാര്യമായിട്ടൊന്നും എടുക്കണ്ട, റെസ്റ്റ് എടുത്താൽ മതി എന്ന് പറഞ്ഞ് എന്നെ സാറ്റർഡേ രാവിലെ വീട്ടിലേക്ക് പറഞ്ഞയക്കുകയും ചെയ്തു. സാറ്റർഡേ ഞാൻ വളരെ ക്ഷീണിതനായിരുന്നു, ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. ഓൾമോസ്റ്റ് ബെഡ് റിഡനായിട്ട് തന്നെ ഞാൻ സാറ്റർഡേ ആ വീട്ടിലായിരുന്നു. സാറ്റർഡേ വൈകുന്നേരം ആ വീട്ടിലെ ചേച്ചി എൻ്റെ റൂമിൽ എന്നെ ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട് റൂം തുറന്നപ്പോൾ എൻ്റെ കണ്ണ് മറയുന്നതായിട്ട് കണ്ട് വേഗത്തിൽ ആംബുലൻസ് വിളിക്കുകയും എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള കാര്യങ്ങൾ ക്രമീകരിക്കുകയും ചെയ്തു. അങ്ങനെ സാറ്റർഡേ രാത്രി എന്നെ രാവിലെ കൊണ്ടുപോയ അതേ ഹോസ്പിറ്റലിൽ തന്നെ അവർ എത്തിച്ചു. ഓസ്ട്രേലിയയിലുള്ള അല്ലെങ്കിൽ മെൽബണിലുള്ള പ്രിയപ്പെട്ടവർ ഇത് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ ഡാൻഡിനോങ് ഹോസ്പിറ്റലിലാണ് എന്നെ അവർ ആദ്യം കൊണ്ടുപോകുന്നത്. ആ ഹോസ്പിറ്റലിൽ തന്നെ ശനിയാഴ്ച വൈകിട്ടും എന്നെ കൊണ്ടുവന്നു. അവിടെ എൻ്റെ രണ്ടാമത്തെ പ്രാവശ്യം വൈകുന്നേര സമയം ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ ഡീറ്റെയിൽ ആയിട്ടുള്ള ചെക്കപ്പ് ഒക്കെ വേണമെന്ന് പറഞ്ഞ് എൻ്റെ കയ്യിൽ നിന്നുള്ള ബിലോങ്ങിങ്സ് ഒക്കെ വാങ്ങിക്കുന്ന ഒരു ഓർമ്മയാണ് എനിക്കുള്ളത്. അതിനുശേഷമുള്ള ഒരു മെമ്മറി എന്ന് പറയുന്നത് ഏകദേശം 27-28 ദിവസത്തിന് ശേഷമുള്ള ഒരു മെമ്മറിയാണ്. സോ വാസ്തവത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, ആ രാത്രി സാറ്റർഡേ ഈവനിങ്ങിൽ എന്നെ വെന്റിലേറ്ററിലോട്ട് മാറ്റുകയാണ്. വെന്റിലേറ്ററിൽ നിന്ന് ആ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ മറ്റൊരു സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ സിറ്റിയിലേക്ക് മാറ്റി. അവിടെ ഞാൻ ഇൻഡ്യൂസ്ഡ് കോമയിലാകുകയാണ്. ആ ഇൻഡ്യൂസ്ഡ് കോമയിൽ നിന്ന് ഞാൻ ഏകദേശം 27 ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ പുറത്തു വരുന്നത്. സോ അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ എന്താ ടാൻജിബിളായിട്ട് എക്സ്പീരിയൻസ് ചെയ്ത കാര്യമല്ല, എൻ്റെ പ്രിയപ്പെട്ടവരൊക്കെ എന്നോട് പറഞ്ഞു തന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അത് ആ സാറ്റർഡേ രാത്രിയിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, അവരെൻ്റെ ചെസ്റ്റ് എക്സ്റേ എടുത്തപ്പോൾ അവർക്ക് എൻ്റെ ലങ്സിൽ മുഴുവൻ ഒരു പെയിൽ കളർ ഇമേജാണ് അവർക്ക് കാണുവാനായിട്ട് കഴിഞ്ഞത്. യൂഷ്വലി മെഡിക്കൽ പ്രൊഫഷണൽസിനൊക്കെ അറിയാം, അല്ലെങ്കിൽ നമ്മുടെ ഒരു എക്സ്റേ ഇമേജസ് നോക്കിയാൽ അറിയാം, അതിൻ്റെ അകത്തൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റിഷ് ഇമേജാണ് നമ്മൾ അതിൽ കാണാറുള്ളത്. എന്നാൽ എൻ്റെ എക്സ്റേ ഇമേജിൽ ഒരു പെയിൽ വൈറ്റ് ഇമേജാണ് അവർ കണ്ടത്. എന്തുകൊണ്ട് അങ്ങനെ ഒരു ഇമേജ് കിട്ടി, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡീപ്പ് ഇൻവെസ്റ്റിഗേഷൻ നടത്താനൊന്നും ആ ഹോസ്പിറ്റൽ അധികൃതർക്ക് അപ്പോൾ സമയമില്ലായിരുന്നു. എൻ്റെ ലൈഫ് സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി എന്നെ വെന്റിലേറ്ററിലോട്ട് മാറ്റുക എന്നുള്ള ക്രമീകരണമാണ് അവരപ്പോൾ ചെയ്തുകൊണ്ടിരുന്നത്. സോ ആ സമയമായപ്പോൾ രാത്രി നന്നായിട്ട് വൈകി. സാറ്റർഡേ ഏർലി മോർണിംഗ് അവേഴ്സിലോട്ട് സൺഡേ ഏർലി മോർണിംഗ് അവേഴ്സിലോട്ട് അത് മാറി. വെളിയിൽ എൻ്റെ ഇൻഫർമേഷന് വേണ്ടി കാത്തു നിൽക്കുന്ന അച്ചാച്ചനും ചേച്ചിക്കും യാതൊരു ഇൻഫർമേഷനും കിട്ടുന്നില്ല. ആ ചേച്ചി ആ ഹോസ്പിറ്റലിൽ തന്നെ ജോലി ചെയ്തിരുന്നത് കൊണ്ട് ഡോക്ടേഴ്സിനോട് സംസാരിച്ച് വിവരങ്ങൾ മനസ്സിലാക്കിയപ്പോൾ എന്നെ വെന്റിലേറ്ററിലോട്ട് മാറ്റുവാനുള്ള ക്രമീകരണങ്ങൾ അവർ ചെയ്യുകയാണ് എന്നുള്ളൊരു വിവരമാണ് ലഭിച്ചത്. അപ്പോൾ അവർ പെട്ടെന്ന് ഷോക്കായി. കാരണം ഫ്രൈഡേ വൈകുന്നേരം ഓക്കെ ആയിട്ട് കണ്ട ഒരാൾ സാറ്റർഡേ വൈകുന്നേരം ആകുമ്പോഴത്തേനും വെന്റിലേറ്ററിലോട്ട് പോകത്തക്ക വിധത്തിൽ എന്താണ് ഉണ്ടായെന്നുള്ള ഒരു സംശയമായി അവർക്ക്. അപ്പോൾ അവരോട് പറഞ്ഞു, എൻ്റെ ലങ്സ് അഫക്റ്റഡ് ആണ്, അതിനെ സപ്പോർട്ട് ചെയ്യാനുള്ള എക്മോ മെഷീൻ ആ ഹോസ്പിറ്റലിൽ അപ്പോൾ ഇല്ല, അതുള്ളത് സിറ്റിയിലുള്ള ഒരു സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്കേ ഉള്ളൂ, എന്നെ ലൈഫ് സപ്പോർട്ട് എടുത്ത് മാറ്റിയാൽ ഞാൻ മരണപ്പെടുമെന്നുള്ള ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്, അതുകൊണ്ട് മാക്സിമം
48 hours എൻ്റെ ലൈഫ് നിലനിർത്താൻ പറ്റുള്ളൂ എന്നുള്ളൊരു വാർത്തയാണ് അവർക്ക് ലഭിച്ചത്. അപ്പോൾ തന്നെ മറ്റൊരു കാര്യം, എനിക്ക് ഓസ്ട്രേലിയയിൽ ഇമ്മീഡിയറ്റ് റിലേറ്റീവ്സ് ആയിട്ട് ആരും അന്നേരം ഉണ്ടായിരുന്നില്ല. എന്നെ ലൈഫ് സപ്പോർട്ടിൽ നിന്ന് മാറ്റാൻ അല്ലെങ്കിൽ ലൈഫ് സപ്പോർട്ട് സ്വിച്ച് ഓഫ് ചെയ്യാനുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ കഴിയത്തക്ക വിധത്തിൽ നെക്സ്റ്റ് ഓഫ് കിൻ എന്ന് നമ്മൾ പറയുന്ന ഒരാൾ എനിക്ക് അന്നേരം ഓസ്ട്രേലിയയിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ മാതാപിതാക്കളെ വേഗം ഓസ്ട്രേലിയയിൽ എത്തിക്കുവാനുള്ള ഒരു ക്രമീകരണം കൂടെ അവർ അതിൻ്റെ കൂടെ ചെയ്യുവാനായിട്ട് തുടങ്ങി. ദുബായിൽ ആ സമയങ്ങളിൽ സൺഡേ ഒരു വർക്കിംഗ് ഡേ ആയിരുന്നു. എമിഗ്രേഷൻ്റെ സഹായത്തോടെ അവർ ദുബായിലുള്ള ഓസ്ട്രേലിയൻ കോൺസുലേറ്റിൽ എൻ്റെ മെഡിക്കൽ റിപ്പോർട്ട് അയക്കുകയും വേഗത്തിൽ എൻ്റെ മാതാപിതാക്കൾക്ക് ഓസ്ട്രേലിയയിൽ വന്ന് എന്നെ ലൈഫ് സപ്പോർട്ടിൽ നിന്ന് ഓഫ് ചെയ്യാനായിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങളും അവർ ചെയ്യുവാനായിട്ട് തുടങ്ങി. സൺഡേ രാവിലെ അവർക്ക് ഓസ്ട്രേലിയൻ കോൺസുലേറ്റിൽ നിന്ന് അവർക്ക് ആ വിവരം ലഭിച്ചു. അന്ന് തന്നെ അവരുടെ വിസ അപ്രൂവായി. ആ നെക്സ്റ്റ് ഡേ, അന്ന് വൈകിട്ട് അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ രാവിലെ അവിടെ നിന്ന് തിരിക്കത്തക്ക വിധത്തിലുള്ളൊരു ക്രമീകരണം അവർ നോക്കി. അങ്ങനെ മൺഡേ രാവിലെ എൻ്റെ മാതാപിതാക്കൾ ദുബായിൽ നിന്ന് യാത്ര തിരിച്ച് എന്നെ കാണുവാനായിട്ട് എൻ്റെ അടുക്കലേക്ക് മെൽബണിലോട്ട് വരാനായിട്ടുള്ളൊരു ക്രമീകരണം ചെയ്തു. അങ്ങനെ 23rd ട്യൂസ്ഡേ ആണെന്ന് തോന്നുന്നു എൻ്റെ മാതാപിതാക്കൾ മെൽബണിൽ എന്നെ എത്തി. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ സംഭവിച്ചൊരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സൺഡേ ഏർലി മോർണിംഗ് അവേഴ്സിൽ വെളിയിൽ കാത്തു നിൽക്കുന്ന അച്ഛനും ചേച്ചിക്കും ഒരു റിപ്പോർട്ട് കിട്ടുന്നു, ഞാൻ ലൈഫ് സപ്പോർട്ടിലാണ്, 48 hours മാത്രമേ ജീവൻ നിലനിർത്തുവാൻ കഴിയുള്ളൂ എന്നുള്ളൊരു വാർത്ത അവർക്ക് ലഭിക്കുന്നു. സൺഡേ രാവിലെ ആയപ്പോൾ ഞങ്ങളുടെ ചർച്ച് സർവീസിന് വന്ന എല്ലാവർക്കും ഈ വിവരം കേട്ട് എല്ലാവരും ഷോക്ക്ഡ് ആകുന്നു. ഫ്രൈഡേ വൈകുന്നേരം കണ്ടൊരു വ്യക്തി ഇപ്പോൾ 48 hours എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ മരണത്തെ മുഖാമുഖം കണ്ട് കിടക്കുന്നു. ആർക്കും ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു ഇൻഫർമേഷൻ ആയിരുന്നു അവർക്ക് കിട്ടിയത്. എന്നെ സിറ്റിയിലുള്ള ആ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ എക്മോ മെഷീനിലോട്ട് എന്നെ മാറ്റാൻ കഴിയാത്ത വിധം എൻ്റെ സിറ്റുവേഷൻ അങ്ങനെയുമായിരിക്കുന്നു. എന്നാൽ ഞാൻ വിശ്വസിക്കുന്ന ആ പ്രഭാതത്തിൽ ഞങ്ങളുടെ ചർച്ചിലുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ എനിക്ക് വേണ്ടി ആത്മാർത്ഥതയോടെ പ്രാർത്ഥിച്ചതിൻ്റെ ഒരു ഫലം എന്ന വണ്ണം ഒരു ഉച്ച കഴിഞ്ഞ് ഒരു ഷോർട്ട് വിൻഡോയിലേക്ക് എൻ്റെ സിറ്റുവേഷൻ സ്റ്റേബിളായി. ആ സ്റ്റേബിളായ സിറ്റുവേഷനിൽ അവരെന്നെ സിറ്റിയിലുള്ള ആൽഫ്രഡ് എന്ന് പറയുന്ന ഹോസ്പിറ്റലിലോട്ട് എന്നെ മാറ്റുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ഞാൻ ആൽഫ്രഡ് ഹോസ്പിറ്റലിലോട്ട് മാറ്റുമ്പോൾ ഞാൻ ഏകദേശം മൾട്ടി ഓർഗൻ ഫെയിലിയർ ആയിട്ട് സിവിയർ ന്യൂമോണിയ ബാധിച്ച് ആ ഒരു കണ്ടീഷനിലാണ് ഞാൻ ആൽഫ്രഡ് ഹോസ്പിറ്റലിലോട്ട് സൺഡേ ഉച്ച കഴിഞ്ഞ സമയം എന്നെ അവർ മാറ്റുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ വിവരങ്ങളൊക്കെ എന്നോട് എൻ്റെ പ്രിയപ്പെട്ടവരൊക്കെ പറഞ്ഞു തന്നിട്ടുള്ള ഒരു ഇൻഫർമേഷനാണ്. ഈ സമയമായപ്പോഴേക്കും ഞാൻ അൺകോൺഷ്യസ് ആയി. ഈ നടക്കുന്ന കാര്യങ്ങളൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. സിറ്റി ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഈ ലങ്സിൽ ബാധിച്ച ഈ വൈറസ് എന്താണെന്ന് അല്ലെങ്കിൽ അതിനെ ട്രീറ്റ് ചെയ്യാനുള്ള ഒരു പ്രിക്കോഷണറി മെഷറായിട്ട് അവർ ഹൈ ഡോസ് ആൻറ്റിബയോട്ടിക്സ് ശരീരത്തിൽ ഇഞ്ചെക്ട് ചെയ്യുകയും അവിടെ വെച്ചാണ് ഇൻഡ്യൂസ്ഡ് കോമയിലേക്കും എന്നെ മാറ്റുകയും ചെയ്തത്. ഇൻഡ്യൂസ്ഡ് കോമയിൽ ഞാൻ 27 days ഇൻഡ്യൂസ്ഡ് കോമയിലായിരുന്നു. എൻ്റെ മാതാപിതാക്കൾ എന്നെ കാണുവാൻ വരുമ്പോൾ മെൽബണിൽ അവർ ആൽഫ്രഡ് ഹോസ്പിറ്റലിലോട്ടാണ് വരുന്നത്. ആൽഫ്രഡ് ഹോസ്പിറ്റലിൽ അവർ എന്നെ കാണുന്നത് ഇൻറ്റൻസീവ് കെയറിൽ കോമയിലായിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ്. 2009 അവരെന്നെ പഠിക്കുവാനായി യാത്ര അയച്ചതിന് ശേഷം അവർ 2011 എന്നെ കാണുന്നത്. അങ്ങനെ ഇൻഡ്യൂസ്ഡ് കോമയിലായിരുന്ന സമയം ഞാൻ പറഞ്ഞതുപോലെ മൾട്ടി ഓർഗൻ ഫെയിലിയറിലോട്ട് അത് മാറി. ബ്രെയിൻ ഒഴികെയുള്ള എല്ലാ ഓർഗൻസും അഫക്റ്റഡ് ആയതായിട്ടാണ് ഡോക്ടേഴ്സ് എന്നോട് പറഞ്ഞത്. അവിടെ വെച്ച് ആ കോമ സ്റ്റേജിൽ ഏകദേശം 5 പ്രാവശ്യത്തോളം എൻ്റെ ജീവൻ നഷ്ടപ്പെട്ടതായിട്ടുള്ള ഒരു അനുഭവം കൂടെ ഉണ്ടായി. എന്നാൽ കർത്താവ് എന്നെ അവിടെ സൂക്ഷിച്ചു. ആ കോമയിൽ കിടന്ന ആ സമയങ്ങളിലൊക്കെ പല ട്രീറ്റ്മെൻറ്റുകളും ചെയ്യേണ്ടതായിട്ട് വന്നുവെങ്കിലും ആ ട്രീറ്റ്മെൻറ്റിലൊക്കെ ദൈവത്തിൻ്റെ കരമുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ കൃപയാൽ ആ കോമ സ്റ്റേജിൽ നിന്ന് പുറത്തു വരുവാനും കർത്താവ് ഒരു അവസരത്തെ ഒരുക്കി. ഞാൻ മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ ഉള്ള ഒരാളല്ല, അതുകൊണ്ട് പല മെഡിക്കൽ ടേംസും പെട്ടെന്ന് എനിക്ക് പ്രൊനൗൺസ് ചെയ്യാനായിട്ട് കഴിയത്തുമില്ല.
എങ്കിലും ഞാൻ മനസ്സിലാക്കിയ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. കോമയിലേക്ക് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ കോമയിലേക്ക് മാറ്റാൻ മെഡിസിന് പറ്റും. പക്ഷെങ്കിൽ കോമയിൽ നിന്ന് പുറത്ത് കൊണ്ടുവരുവാൻ കഴിയത്തില്ല എന്നുള്ള ഒരു വിവരം, ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ് എനിക്കുള്ളത്. അതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഒരു വ്യക്തി കോമയിൽ നിന്ന് പുറത്ത് വരുന്നില്ല എങ്കിൽ ആ വ്യക്തി, നമ്മൾ പറയുന്ന മെഡിക്കൽ ടേംസിൽ പറയുന്ന ഒരു വെജിറ്റേറ്റീവ് സ്റ്റേറ്റ് എന്ന പോലെ ആ വ്യക്തിയുടെ ആയുസ് സ്പെൻഡ് ചെയ്യേണ്ടി വരുമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഞാൻ ഹോസ്പിറ്റലായിരുന്ന ആ സമയത്തൊക്കെ വളരെ ലിമിറ്റഡ് വിസിറ്റേഴ്സിന് മാത്രമേ എന്നെ കാണാനായിട്ടുള്ള അനുവാദം ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള കുറച്ച് പ്രിയപ്പെട്ടവർക്ക് മാത്രം. ഞങ്ങളുടെ ചർച്ചിലെ പാസ്റ്ററുടെ ബ്രദർ, ഞാൻ ഹോസ്പിറ്റലിൽ പോയ വീട്ടിലെ അച്ചാച്ചനും ചേച്ചി, അങ്ങനെ വളരെ ഹാൻഡ് ഫ്യൂ ആയിട്ടുള്ള കുറച്ച് പേര് മാത്രമേ എന്നെ ഹോസ്പിറ്റലിൽ വന്ന് കാണാനുള്ള പെർമിഷൻ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഫോട്ടോസൊക്കെ അത് കഴിഞ്ഞ് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, കോവിഡ് സമയങ്ങളിലൊക്കെ നമ്മൾ ധരിക്കുന്ന PPE കിറ്റൊക്കെ അന്ന് നേഴ്സസ് ധരിച്ചാണ്, അല്ലെങ്കിൽ ആ ഹോസ്പിറ്റൽ ഡ്യൂട്ടി ചെയ്യുന്ന സപ്പോർട്ടിങ് സ്റ്റാഫൊക്കെ അത് ധരിച്ചിട്ടാണ് അന്ന് അവരെന്നെ ട്രീറ്റ് ചെയ്തത്. അങ്ങനെ കുറച്ച് റെസ്ട്രിക്റ്റഡ് വിസിറ്റേഴ്സിന് മാത്രമേ എന്നെ കാണാനുള്ള അനുവാദം ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ റൂംമേറ്റ് ആയിട്ടുണ്ടായിരുന്ന വ്യക്തി പ്രീജി ഇന്ന് ഓസ്ട്രേലിയയിൽ തന്നെ ബ്രിസ്ബെയിനിലുണ്ട്. പ്രീജി എന്നെ കാണാൻ ഹോസ്പിറ്റൽ റൂമിൽ വരുമായിരുന്നു. ആ സമയത്ത് വരുമ്പോൾ എന്നോട് ചെവിയിൽ പറയുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. തിങ്കളാഴ്ച രാവിലെ നിനക്കൊരു അസൈൻമെന്റ് ഇല്ലേ, അത് സബ്മിറ്റ് ചെയ്യണ്ടേ എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ ഒരു സെൽഫ് എഫേർട്ട് എന്ന വണ്ണം ആ കോമ സ്റ്റേജിൽ നിന്ന് പുറത്തു വരുവാൻ ശ്രമിക്കുന്ന പോലെയുള്ള വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ എൻ്റെ പപ്പായും മമ്മിയും എൻ്റെ അടുത്ത് നിന്ന് എന്നെ വീട്ടിൽ വിളിക്കുന്ന പേര് വിളിക്കുമ്പോൾ ഞാൻ അതിന് റെസ്പോണ്ട് ചെയ്യുവാൻ ശ്രമിക്കുന്ന തരത്തിലുള്ള വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ മറ്റൊരു കാര്യം ആണ്, ആ സമയത്ത് ഇറങ്ങിയ ഒരു പാട്ടായിരുന്നു യേശുവേ ഒരു വാക്ക് മതി എന്നുള്ള ഒരു പാട്ട്, എന്ന് തുടങ്ങുന്ന ആ പാട്ട്. അപ്പോൾ ആ പാട്ട് ആ സമയങ്ങളിൽ ഞാൻ കേട്ട് ഞങ്ങളുടെ ചർച്ചിലെ തന്നെ ഒരു വ്യക്തിക്ക് ഇത് അയച്ചു കൊടുത്തിരുന്നു. ചർച്ചിൻ്റെ ഞങ്ങളുടെ ഒരു കൺവെൻഷന് വേണ്ടി ആ സമയത്ത് ഞങ്ങൾ പ്രിപ്പയർ ചെയ്ത ആ സമയത്ത് ഈ പാട്ട് പാടാനായിട്ട് ഒരു സജഷനായിട്ട് ഞാൻ അയച്ചു കൊടുത്തിരുന്നു. ഞാൻ ആ ദിവസങ്ങളിലൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് കേട്ടുകൊണ്ടിരുന്ന ഒരു പാട്ടുമാണ് ആ പാട്ട്. അപ്പം ഞങ്ങളുടെ ചർച്ചിലുള്ള ആ വ്യക്തി ആ പാട്ട്, അല്ലെങ്കിൽ ആരെങ്കിലും ആ പാട്ട് എൻ്റെ ചെവിയിൽ പ്ലേ ചെയ്യുമ്പോൾ ഞാൻ അതിനോട് റെസ്പോണ്ട് ചെയ്യുന്ന വിധത്തിലൊക്കെ ഞാൻ കോമയിൽ നിന്ന് പുറത്തു വരുവാൻ തനിയെ എഫേർട്ട് എടുത്ത് ചെയ്യുന്ന ഒരു രീതികൾ ഞാൻ വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. പക്ഷെങ്കിൽ ആ സമയത്തൊന്നും ഞാൻ കോമയിൽ നിന്ന് പുറത്ത് വന്നില്ല. ഏകദേശം 27 days കഴിഞ്ഞതിന് ശേഷം ഞാൻ കോമയിൽ നിന്ന് പുറത്ത് വരുന്നത് ഏകദേശം ഒരു ഏർലി മോർണിംഗ് സമയത്താണ്. ഞാനിങ്ങനെ കോമ സ്റ്റേജിൽ നിന്ന് പുറത്ത് വന്ന് ഞാൻ കണ്ണ് തുറന്ന് അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ബോഡി ഒന്ന് ചലിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്ന സമയം ഞാൻ വളരെ നന്നായിട്ട് ഓർക്കുന്നത്, എൻ്റെ ആ റൂമിൽ നോക്കിക്കൊണ്ടിരുന്ന നേഴ്സ് വളരെ ശബ്ദത്തിൽ അലച്ച ഒരു സംഭവമാണ് ഞാൻ ഓർക്കുന്നത്. ഒരുപക്ഷെ ആ നേഴ്സ് പേടിച്ചു പോയി കാണും. അത്രയും ദിവസം വെജിറ്റേറ്റീവ് സ്റ്റേറ്റിൽ കിടക്കുന്ന, അല്ലെങ്കിൽ ഒരു ഡെഡ് ബോഡി എന്ന വണ്ണം കിടക്കുന്ന ഒരു വ്യക്തി ഒരു ഫൈൻ മൊമെന്റിൽ ഒരു ബോഡി ചലനം ഉണ്ടാക്കുന്നത് ഒരു പക്ഷെങ്കിൽ ഭയാനകമായിട്ട് തോന്നിക്കാണും. അതുകൊണ്ടായിരിക്കാം ആ വ്യക്തി അങ്ങനെ റെസ്പോണ്ട് ചെയ്തത്. അപ്പോൾ എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല ഞാൻ എവിടെയാണ്. ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ ലാസ്റ്റ് മെമ്മറി എന്ന് പറയുന്നത് സാറ്റർഡേ വൈകിട്ട് എന്നെ ഡാൻഡിനോങ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതാണ്. അവിടെ ഹോസ്പിറ്റലിൽ ചെന്നതറിയാം, എന്നാൽ ഇന്ന് ഞാൻ നോക്കുമ്പോൾ എൻ്റെ ശരീരത്തിൽ മുഴുവൻ ട്യൂബ്സ് കവേർഡ് ആണ്. എനിക്ക് പ്രോപ്പറായിട്ട് സംസാരിക്കുവാൻ കഴിയുന്നില്ല. വേണ്ടുന്ന വിധത്തിൽ എനിക്ക് കൈകാലുകൾ ചലിപ്പിക്കുവാൻ കഴിയുന്നില്ല. എന്നിങ്ങനെയുള്ള ഒരു പ്രയാസം ഞാൻ ഇന്ന് അനുഭവിക്കുന്നു. എന്ത് എനിക്ക് സംഭവിച്ചു എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ ഈ കോമയിൽ നിന്ന് പുറത്ത് വന്ന് ഏകദേശം മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഒരു വലിയ മെഡിക്കൽ ടീം ഓടി എൻ്റെ റൂമിലെത്തി. അവരൊക്കെ എന്നോട് പറയുന്നത് റിലാക്സ് ഇതാണ് അവരെന്നോട് പറയുന്നത്. എന്നാൽ ആരും എന്നോട് പറയുന്നില്ല എന്താ സംഭവിച്ചതെന്ന് പറയുന്നില്ല. എനിക്കത് അറിയണമെന്ന് വലിയ ആഗ്രഹവുമുണ്ട്. എങ്കിൽ തന്നെയും അത് നെക്സ്റ്റ് ഡേ എൻ്റെ പേരൻസിനെ ഞാൻ കാണുന്നു. അപ്പോഴും എനിക്ക് എൻ്റെ മെമ്മറിയിൽ എനിക്ക് റിലേറ്റ് ചെയ്യുവാൻ കഴിയുന്നില്ല. എന്തിനാണ് എൻ്റെ പപ്പായും മമ്മിയും ഈ ഹോസ്പിറ്റലിൽ എന്നെ കാണാനായിട്ട് വന്നിരിക്കുന്നത്? എൻ്റെ ഗ്രാജുവേഷൻ്റെ സമയമായില്ലല്ലോ എന്ന ചിന്ത.
എന്നിങ്ങനെയുള്ള പല ക്വസ്റ്റ്യൻസുമാണ് എൻ്റെ മനസ്സിലൂടെ പോകുന്നത്. അല്ലെങ്കിൽ എന്തുവാണ് എനിക്ക് സംഭവിച്ചതെന്ന് ആരും എനിക്ക് പറഞ്ഞു തരുന്നില്ല. ഇങ്ങനെ 1-2 ദിവസങ്ങളൊക്കെ കഴിഞ്ഞു. ആ സമയത്താണ് ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ ചർച്ചിലെ ഒരു കൺവെൻഷന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ചർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ എൻ്റെ ഒരു അപ്ഡേറ്റ് കാണിക്കുവാൻ വേണ്ടി ഞങ്ങളുടെ പാസ്റ്റർ ഒരു വീഡിയോ ടെസ്റ്റിമണി എന്ന വണ്ണം ഒരു ടെസ്റ്റിമണി റെക്കോർഡ് ചെയ്ത് ചർച്ചിൽ കാണിക്കണമെന്ന് ആഗ്രഹിച്ചു. അതിനുവേണ്ടി ഒരു വീഡിയോ എടുക്കാനായിട്ട് ഞാൻ ഞങ്ങളുടെ റൂമിൽ വന്നു. എൻ്റെ കുറച്ച് 1-2 ക്ലിപ്സും കാര്യങ്ങളൊക്കെ എടുത്ത് അത് ആ സമയം എൻ്റെ മെയിനായിട്ടുള്ള ഡോക്ടർ എൻ്റെ റൂമിൽ വന്നപ്പോൾ എൻ്റെ പാസ്റ്റർ ആ ഡോക്ടറോട് ചോദിച്ചു, "Can you say a few words about his recovery?" എന്ന് അദ്ദേഹത്തോടെ ഡോക്ടറോട് ചോദിച്ചപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു, അതിന് മറുപടിയായിട്ട്, "What can I say? He's dying." ഞാൻ എന്താ പറയണ്ടേ, അവൻ മരിക്കുക എന്നുള്ള തരത്തിലുള്ള ഒരു മറുപടിയാണ് ആ ഡോക്ടർ പറഞ്ഞത്. അത് വീഡിയോയിൽ എടുത്തില്ല. ആ ചെറിയ ഷോർട്ട് ക്ലിപ്പ് എൻ്റെ ഒരു ഫ്രണ്ട് യൂട്യൂബിൽ അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒത്തിരി ആൾക്കാർ ഇതിനോടകം ചോദിച്ചിട്ടുണ്ട്, 2009 അന്ന് എടുത്ത ആ വീഡിയോ റെക്കോർഡിങ്ങിന് ശേഷം പ്രസന്റ് സ്റ്റേറ്റ് എന്തോ ആണ്, ആരോഗ്യത്തോടെ ഇരിക്കുന്നോ എന്നൊക്കെ പല സ്ഥലങ്ങളിൽ പല അനുഭവങ്ങളിൽ പ്രിയപ്പെട്ടവരെ കാണുമ്പോഴൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതിനുശേഷം എനിക്ക് തോന്നുന്നു ഇപ്പോഴാണ് ദൈവം ഇങ്ങനൊരു അവസരം ഒരുക്കിയത്. പല ആവർത്തി പല സമയങ്ങളിലും പലരും പറഞ്ഞിട്ടുണ്ട് വീഡിയോ റെക്കോർഡ് ചെയ്ത് ഒരു അപ്ഡേറ്റ് ചെയ്യണമെന്ന്. എന്നാൽ ഞാൻ ദൈവത്തിൻ്റെ ടൈമിങ്ങിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. ഒത്തിരി വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും ഞാൻ വിശ്വസിക്കുന്നു ഇങ്ങനൊരു പ്ലാറ്റ്ഫോമിൽ കർത്താവ് ഈ സാക്ഷ്യം പറയാൻ ഇപ്പോഴാണ് ദൈവം ഒരു അവസരം ഒരുക്കിയതെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ആ കാര്യം കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ അങ്ങ് പറയുകയാണ്. അപ്പോൾ ഞാൻ ആ കോമയിൽ നിന്ന് പുറത്തു വന്ന സമയം, ഈ വീഡിയോ വീഡിയോ എടുക്കുന്ന സമയം ആ ഡോക്ടർ പറഞ്ഞ കാര്യം എന്നെ വല്ലാതെ സ്ട്രൈക്ക് ചെയ്തു. അന്നേരമാണ് എനിക്ക് മനസ്സിലായത്, എന്തോ സീരിയസ്ലി ഒരു ഹെൽത്ത് ഇഷ്യൂ എനിക്കുണ്ട്, അതിൽ ഞാൻ അഫക്റ്റഡ് ആയി എന്നുള്ള ഒരു കാര്യം അന്നേരമാണ് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അടുത്ത ദിവസം തന്നെ ഡോക്ടർ റൗണ്ട്സിന് വന്നപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് എനിക്ക് സംഭവിച്ചത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ ആ ഡോക്ടറോട് പറഞ്ഞു. അദ്ദേഹം എന്നോട് വിവരങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തു. അദ്ദേഹം പറഞ്ഞു, നീ ഹോസ്പിറ്റലിൽ വന്നപ്പോൾ ഒരു വൈറസുമായിട്ടാണ് വന്നത്. അത് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ വെച്ച് വേറൊരു വൈറസ് അകത്ത് ചെന്നു. അങ്ങനെ ഒരു സിവിയർ കണ്ടീഷൻ ലങ്സിനുണ്ടായി. ലങ്സ് എക്മോ മെഷീൻ്റെ സഹായത്തോടാണ് കുറച്ച് ദിവസങ്ങൾ പ്രവർത്തിച്ചത്. ഇന്ത്യൻ സ്റ്റേജസിലാണ് ഇപ്പോൾ നീ ആയിരിക്കുന്നത്, കടന്നുപോയത് എന്നൊക്കെ ഉള്ള വിവരങ്ങൾ അദ്ദേഹം എന്നോട് പറയുവാനായിട്ടിടയായി. അന്നേരമാണ് വാസ്തവത്തിൽ ഞാൻ കടന്നുപോയ ആ സാഹചര്യങ്ങളുടെ ആ ഡെപ്ത് എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞത്. പെട്ടെന്ന് എന്നോട് തന്നെ ഒരു വലിയ ഒരു വെറുപ്പാണ് എനിക്ക് ആദ്യം തോന്നിയത്. കാരണം എന്തുകൊണ്ട് ഞാൻ ഇതിലൂടെ കടന്നു പോകണം, വൈ മീ എന്നുള്ള ഒരു ചോദ്യമാണ് ആദ്യം എൻ്റെ മനസ്സിൽ വന്നത്. ഞാൻ ആ സമയത്ത് ഞാനിങ്ങനെ എന്നോട് തന്നെ പറഞ്ഞ ഒരു കാര്യമുണ്ട്. നമ്മൾ പറയുന്നത് പോലെ വലിയ പാപങ്ങൾ ചെറിയ പാപങ്ങൾ എന്നൊക്കെ നമ്മൾ പലതിനെയും കാറ്റഗറൈസ് ചെയ്യുന്നത് പോലെ വലിയ പാപങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അനുഭവത്തിലൂടെ ഞാൻ കടന്നു പോകണം എന്നുള്ള ചോദ്യം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ എന്നേക്കാൾ മോശമായി കോളേജ് ജീവിതം നയിച്ചിട്ടുള്ളവർക്ക് ആർക്കും ഇതുപോലെ അനുഭവത്തിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വന്നില്ലല്ലോ. ഇപ്പോൾ എൻ്റെ മുമ്പിൽ എല്ലാം അവസാനിച്ച് എല്ലാം തീർന്നു എന്നൊരവസ്ഥയിൽ ഞാൻ എത്തിയല്ലോ എന്ന ഒരു ചിന്ത എന്നെ വല്ലാതെ അലട്ടിക്കൊണ്ടിരുന്നു. എൻ്റെ പഠിത്തം സ്റ്റോപ്പ് ചെയ്യേണ്ടതായിട്ട് വന്നു. എൻ്റെ ജോലി അത് ഹോൾട്ട് ചെയ്യേണ്ടതായിട്ട് വന്നു. ഇനി എനിക്ക് ആ ജോലിയിൽ തിരിച്ച് പ്രവേശിക്കണമെങ്കിൽ മെഡിക്കൽ ക്ലിയറൻസ് വേണം. ഇനി എനിക്ക് പഠിക്കുവാൻ കഴിയുമോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഇനിയും ഈ ഒരു അനുഭവത്തിൽ നിന്ന് പുറത്തു വന്നാൽ ഞാൻ സെൽഫ് ഡിപ്പെൻഡൻ്റ് ആയിരിക്കുമോ, അതോ ഞാൻ മറ്റൊരാളെ ആശ്രയിച്ച് എൻ്റെ ഓരോ ജീവിതത്തിൻ്റെ ദിവസങ്ങളും കൊണ്ടുപോകണമോ എന്നിങ്ങനെയുള്ള ഒത്തിരി ചോദ്യങ്ങൾ എന്നെ ഇങ്ങനെ വല്ലാതെ അലട്ടിക്കൊണ്ടേയിരുന്നു. ഞാൻ ആ സമയത്ത് ഉറങ്ങുവാൻ പോലും പ്രയാസപ്പെട്ട ദിവസങ്ങളായിരുന്നു ആ ദിവസങ്ങൾ. കോമയിൽ നിന്ന് വന്ന് ഏകദേശം 1 മാസത്തോളമായ സമയമായപ്പോഴേക്കും എൻ്റെ പിതാവ് ജോലിയോടുള്ള മധ്യത്തിൽ തന്നെ ആയിരുന്നത് കൊണ്ട് തിരിച്ച് ദുബായിലേക്ക് മടങ്ങിപ്പോയി. അതിനുശേഷം മമ്മി ഇവിടെ താമസിച്ചു.
എന്നെ ഹോസ്പിറ്റലിൽ രാവിലെ 8 മണിയാകുമ്പോൾ വന്ന് വൈകിട്ട് 8 മണി വരെ എൻ്റെ കൂടെ റൂമിൽ അങ്ങനെ സ്പെൻഡ് ചെയ്തു. അങ്ങനെയായിരുന്നു ആ ദിവസങ്ങളൊക്കെ കടന്നുപോയിക്കൊണ്ടിരുന്നത്. ഞാൻ ആ ഹോസ്പിറ്റലിൽ ആയിരുന്ന സമയത്ത് ഓരോ ദിവസം കഴിയും തോറും ഓരോ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് അവരപ്പോൾ എനിക്ക് അപ്ഡേറ്റുകൾ പറയാൻ തുടങ്ങി. എനിക്ക് കാര്യങ്ങളൊന്നും വ്യക്തമായി മനസ്സിലാകുന്നില്ലെങ്കിലും എനിക്കും ഒരു വിധത്തിൽ മനസ്സിലായി ജീവിതത്തിൽ മുമ്പോട്ടുള്ള യാത്ര ഇനി അത്ര എളുപ്പമല്ല എന്നുള്ളൊരു ചിന്തയാണ് എനിക്ക് മനസ്സിലായത്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ ഏകദേശം 82 കിലോസ് ആയിരുന്നു എൻ്റെ ബോഡി വെയ്റ്റ്. 82 കിലോസ്. ഞാൻ കോമയിൽ നിന്ന് പുറത്ത് വന്ന് അവരെന്നെ ആദ്യം ബെഡിലൊന്ന് നേരെ ഇരുത്തി എൻ്റെ വെയ്റ്റ് അവരെടുക്കുമ്പോൾ ഞാൻ 38 കിലോസ് ആയിരുന്നു. അത്രയും വെയിറ്റ് ലോസ് എനിക്കുണ്ടായി. എൻ്റെ കൈയും കാലും അത് അനക്കണമെങ്കിൽ ഇനിയും ഫിസിയോതെറാപ്പി ചെയ്ത് എനിക്ക് അതിൻ്റെ അതിൻ്റെ നേരത്തെ പോലുള്ള ആ ഒരു സ്ട്രെങ്ത് ഗെയിൻ ചെയ്യണം എന്നുള്ള കാര്യം അവരെനിക്ക് പറയാൻ തുടങ്ങി. എൻ്റെ കിഡ്നി ഡയാലിസിസ് പ്രോസസ്സിലൂടെ മാത്രമേ അത് പ്രവർത്തിക്കത്തുള്ളൂ എന്നുള്ളൊരു അപ്ഡേറ്റ് ആണ് എനിക്ക് ലഭിച്ചിരുന്നത്. ഇങ്ങനെ ഓരോന്നായിട്ട് എൻ്റെ മുമ്പിൽ നോക്കുമ്പോൾ എല്ലാം വളരെ പ്രയാസകരമാകുന്ന ഒരു റിപ്പോർട്ടായിരുന്നു എൻ്റെ മുമ്പിലുണ്ടായിരുന്നത്. അതിൻ്റെ എല്ലാം ഇടയിലും അന്നേരവും എന്നെ അലട്ടിക്കൊണ്ടിരുന്ന ചോദ്യം ഇത് തന്നെയായിരുന്നു: വൈ മീ? എന്തുകൊണ്ടാണ് കർത്താവേ ഞാൻ ഇതിലൂടെ കടന്നു പോകേണ്ടത് എന്നുള്ള ചോദ്യം. ആ സമയത്ത് വിശ്വാസത്തെ ഒരു വിധത്തിൽ പറഞ്ഞാൽ ഞാൻ വെറുക്കുന്ന തരത്തിലുള്ള ഒരു അനുഭവം എൻ്റെ ജീവിതത്തിലുണ്ടായി. കാരണം ദൈവത്തെ സേവിച്ച് വിശ്വസ്തയോടെ കർത്താവിന് വേണ്ടി നിൽക്കുന്ന എൻ്റെ മാതാപിതാക്കൾ, ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നുവെന്ന് പൂർണ്ണമായിട്ട് പറയുവാൻ ആ സമയത്ത് എനിക്ക് പ്രാഗൽഭ്യമില്ലെങ്കിൽ പോലും തെറ്റ് ചെയ്താൽ ദൈവം ശിക്ഷിക്കൂ എന്നുള്ള ഭയം ഉള്ളതുകൊണ്ട് ഒത്തിരിയും തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു അനുഭവം. എന്നാൽ പോലും എന്തുകൊണ്ട് ഞാൻ ഇതിലൂടെ കടന്നു പോകേണ്ടി വരുന്നു എന്നുള്ള ഒരു ചോദ്യം. എൻ്റെ മമ്മി ആ ഹോസ്പിറ്റൽ റൂമിൽ എൻ്റെ കൂടെ ആയിരിക്കുമ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയും പ്രാർത്ഥനയും വചനം വായനയും അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ടേയിരുന്നു. എങ്കിൽ തന്നെയും ഞാൻ ആ സമയത്ത് ഒരിക്കൽ പോലും എൻ്റെ ആ അനുഭവത്തിൽ ദൈവമേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുവാനോ അല്ലെങ്കിൽ മമ്മിയോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് പറയുവാനോ ഞാൻ തുനിഞ്ഞില്ല. കാരണം എൻ്റെ ഉള്ളിൽ ഒത്തിരി പ്രയാസവും അപ്പോൾ തന്നെ നീരസവും എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ നിറഞ്ഞിരുന്നു. എനിക്കൊരു പക്ഷെങ്കിൽ മമ്മി ആ സമയങ്ങളിലൊക്കെ ബൈബിൾ വായിച്ച് പ്രാർത്ഥിക്കുന്നത് കാണുന്നത് തന്നെ ഒരല്പം പ്രയാസമായിട്ട് തോന്നുന്ന കുറച്ച് ദിവസങ്ങളായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ കൃപയാൽ ഹോസ്പിറ്റലിൽ കോമയിൽ നിന്ന് പുറത്ത് വന്ന സമയം തൊട്ട് റിക്കവറിയും ഒരു സൈഡിൽ വളരെ ഫാസ്റ്റായിട്ട് തന്നെ മുമ്പോട്ട് പോയിക്കൊണ്ടേയിരുന്നു. ഒക്ടോബർ സമയമായപ്പോഴത്തേക്കും ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി. അതിനു മുമ്പ് നടന്ന 1-2 കാര്യങ്ങളും കൂടെ പറയുന്നത് ഒരുപക്ഷെങ്കിൽ കേൾവിക്കാർക്ക് അനുഗ്രഹമായിരിക്കും. ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ ഏകദേശം 5 പ്രാവശ്യത്തോളം മരിച്ചു എന്ന് പറഞ്ഞ ഒരു സാഹചര്യം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഒരു സാഹചര്യം മാത്രം ഞാനൊന്ന് എടുത്തു പറയുവാനായിട്ട് താല്പര്യപ്പെടുന്നു. ഞങ്ങളുടെ ചർച്ചിൽ രാവിലെയും വൈകുന്നേരവുമായി ഉപവാസ പ്രാർത്ഥനകൾ, എൻ്റെ സൗഖ്യത്തിനു വേണ്ടി ചർച്ചിൽ നിരന്തരമായ പ്രാർത്ഥനകൾ ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും വൈകുന്നേരം പ്രാർത്ഥന കഴിഞ്ഞ് എൻ്റെ പപ്പായും മമ്മിയും ഞങ്ങളുടെ പാസ്റ്ററും പപ്പായും മമ്മിയും താമസിച്ച എൻ്റെ പാസ്റ്ററിൻ്റെ ബ്രദർ പ്രിൻസ്, ആ അങ്കിളും അവരെല്ലാവരും കൂടെ ഹോസ്പിറ്റലിൽ വന്ന് എന്നെ കണ്ടതിന് ശേഷമാണ് അവർ തിരിച്ച് വീട്ടിൽ പോയി ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരുന്നത്. ഒരു ദിവസം അവരങ്ങനെ എന്നെ ഹോസ്പിറ്റലിൽ വന്ന് കണ്ട സമയം അവർക്ക് ലഭിച്ച റിപ്പോർട്ട് എൻ്റെ സിറ്റുവേഷൻ ഇംപ്രൂവ് ആകുന്നു എന്നുള്ളൊരു റിപ്പോർട്ടാണ് അവർക്ക് ലഭിച്ചത്. അങ്ങനെ അത് കേട്ട് അവർ സന്തോഷത്തോടെ തിരിച്ച് വീട്ടിൽ വന്നു. താമസിക്കുന്ന വീട്ടിൽ വന്ന് വീട്ടിലേക്ക് കയറുമ്പോൾ ഫോൺ റിങ് ചെയ്യുകയാണ്. അവിടുത്തെ അങ്കിള് പെട്ടെന്ന് ചെന്ന ഫോൺ അറ്റൻഡ് ചെയ്തു. എൻ്റെ ഹോസ്പിറ്റലിലെ ഡോക്ടറാണ് വിളിക്കുന്നത്. ഡോക്ടർ പറയുന്നത്, നിങ്ങൾ വേഗം തിരിച്ചു വരണം, ഹീ ഈസ് ഓൾമോസ്റ്റ് ഗോൺ എന്നുള്ള ഒരു വാർത്തയാണ് ഡോക്ടർ പറയുന്നത്. ഇത് ഇപ്പോൾ ഈ അങ്കിള് അവിടെ ഉണ്ടായിരുന്നവരോട് പറഞ്ഞപ്പം അവർ പറഞ്ഞു, ഒരു പക്ഷെങ്കിൽ ആ മെസ്സേജ് കേട്ടതിൻ്റെ ചിലപ്പം എന്തെങ്കിലും ഒരു തെറ്റായിരിക്കാം. കാരണം അല്പം മുമ്പ് നമ്മൾ ഡോക്ടറെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഹീ ഈസ് ഇംപ്രൂവിങ് എന്നല്ലേ, എങ്ങനെ ഇപ്പോൾ പറയാൻ പറ്റും ഹീ ഈസ് ഗോൺ
എന്നുള്ളത് പറയാൻ പറ്റും. ആ ഇൻഫർമേഷൻ ഒന്ന് റീവാലിഡേറ്റ് ചെയ്യാൻ വേണ്ടി അവരെ ഹോസ്പിറ്റലിൽ തിരിച്ചു വിളിച്ചു. അങ്ങനെ തിരിച്ചു വിളിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, അല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഹീസ് ഗോൺ, ഹീസ് ഓൾമോസ്റ്റ് ഗോൺ, നിങ്ങൾ പെട്ടെന്ന് തിരിച്ചു വരണമെന്ന് ആ ഡോക്ടർ പറഞ്ഞതനുസരിച്ച് വേഗം മാതാപിതാക്കളും പാസ്റ്ററും അങ്കിളും ഒക്കെ അവർ ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു വന്ന സമയം എൻ്റെ പേരൻസിന് മുമ്പിൽ പ്രത്യേകിച്ച് ഉണ്ടായിരുന്ന ചലഞ്ച്, എൻ്റെ ആ സിറ്റുവേഷനിൽ ഒരു പക്ഷെങ്കിൽ വെസ്റ്റേൺ രാജ്യങ്ങളിലൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നത് പോലെ ഒരു ലെറ്റ് ദം ഗോ പീസ്ഫുള്ളി, അവരെ പ്രാർത്ഥിച്ച് അല്ലെങ്കിൽ സമാധാനത്തോടെ ലൈഫ് സപ്പോർട്ട് ഓഫ് ചെയ്യുക എന്നൊക്കെയുള്ള രീതിയിലുള്ള ഒരു ചലഞ്ചായിരുന്നു എൻ്റെ പേരൻസിന് മുമ്പിൽ ഉണ്ടായിരുന്നത്. ഞാൻ ആ ഹോസ്പിറ്റലിലെ ലൈഫ് സപ്പോർട്ട് ഓഫ് ചെയ്യുവാൻ, അതിൽ നിന്ന് റിമൂവ് ചെയ്യാനുള്ള ഒരു പ്രഷറായിരുന്നു അവരുടെ മേലിലുണ്ടായിരുന്നത്. ആ സമയത്ത് എന്ത് തീരുമാനം എടുക്കണമെന്ന് എൻ്റെ മാതാപിതാക്കൾക്ക് അറിയില്ലായിരുന്നു. എങ്കിലും ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഇതാണ്, അവിടെ ഹോസ്പിറ്റൽ ഒരു പ്രെയർ റൂമുണ്ട്. ആ പ്രെയർ റൂമിൽ കയറി എൻ്റെ പിതാവും മാതാവും പ്രിയപ്പെട്ടവരും പ്രാർത്ഥിച്ച സമയം അവരെ ബലപ്പെടുത്തിയത് എൻ്റെ മേലുള്ള ദൈവിക വാഗ്ദത്തങ്ങൾ അവരുടെ ഓർമ്മയിലേക്ക് വന്നതാണ്. പല ദൈവിക വാഗ്ദത്തങ്ങളും ചെറുപ്പം തൊട്ടേ എന്നെക്കുറിച്ചും കർത്താവ് എന്നെ പല വിധത്തിൽ ഉപയോഗിക്കുന്നതിനെ കുറിച്ചുമൊക്കെയുള്ള ദൈവിക വാഗ്ദത്തങ്ങൾ അവരുടെ ഓർമ്മയിലേക്ക് വന്നു. ആ വാഗ്ദത്തത്തിൽ ഉറച്ച് എൻ്റെ പിതാവ് ആ ഡോക്ടേഴ്സിനോട് പറഞ്ഞു, അവൻ്റെ ലൈഫ് സപ്പോർട്ട് ഓഫ് ചെയ്യണ്ട, അവൻ അതിൽ കണ്ടിന്യൂ ചെയ്യട്ടെ എന്ന് എൻ്റെ പിതാവ് ആ ഡോക്ടറോട് പറഞ്ഞു. മറുപടിയായിട്ട് ആ ഡോക്ടറിൽ നിന്ന് എൻ്റെ പിതാവിനെ കേൾക്കുവാൻ കഴിഞ്ഞത് ഇപ്രകാരമാണെന്നാണ് ഞാൻ അറിഞ്ഞത്. യു ആർ എ ക്രൂവൽ മാൻ. അവൻ ഇത്രയും അവൻ്റെ ലാസ്റ്റ് സ്റ്റേജസിൽ അവൻ സഫർ ചെയ്യുന്നത് കണ്ടിട്ടും നീ അവനെ സമാധാനത്തോടെ പറഞ്ഞയക്കുവാനായിട്ട് തുനിയുന്നില്ല എന്നുള്ള ഒരു വിധത്തിലാണ് ആ ഡോക്ടറിൻ്റെ മറുപടി എൻ്റെ പിതാവിന് ലഭിച്ചത്. ഇതൊരു പക്ഷെങ്കിൽ ലോകപ്രകാരമുള്ളൊരു മനുഷ്യൻ ഇത് കേൾക്കുമ്പോൾ ഒരു പക്ഷെങ്കിൽ അങ്ങനെ ഒരു റെസ്പോൺസ് വരുന്നതിൻ്റെ അത് തെറ്റില്ല എന്ന് വേണേൽ പറയാം. പക്ഷെങ്കിൽ ദൈവമക്കളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ഒട്ടും എന്താ പറയുക, ഇത് അൺനാച്ചുറൽ അല്ല. കാരണം നമ്മൾ വിശ്വസിക്കുന്ന ദൈവം ആരാണെന്ന് നമുക്ക് നല്ല ഉറപ്പുള്ളത് കൊണ്ട്, നമ്മൾ വചനത്തിലൊക്കെ വായിക്കുന്നത് പോലെ 11th അവറിലും ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത് എന്നുള്ള ആ ഉറപ്പുള്ളത് കൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് കഴിഞ്ഞ കാലങ്ങളിൽ അത് അനുഭവിപ്പാനും കർത്താവ് ഇടയാക്കിയിട്ടുണ്ടല്ലോ. ജീവിതത്തിൻ്റെ ആ 4ാം യാമത്തിൽ നമ്മൾ കുഴയുമ്പോൾ കർത്താവിൻ്റെ കരം നമുക്ക് വേണ്ടി വെളിപ്പെടുന്നത് അനുഭവിപ്പാനായിട്ടും കർത്താവ് ഇടയാക്കിയിട്ടുള്ളത് കൊണ്ട് എൻ്റെ ആ ഡിസിഷനിൽ എൻ്റെ പിതാവ് ഉറച്ചു നിന്നു. അങ്ങനെയാണ് എന്നെ ലൈഫ് സപ്പോർട്ടിൽ കണ്ടിന്യൂ ചെയ്യുവാനായിട്ട് ഇടയാക്കിയത്. അങ്ങനെ കോമയിൽ നിന്ന് ഞാൻ പുറത്ത് വന്ന് റിക്കവറിയൊക്കെ ദൈവകൃപയാൽ വേഗത്തിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. മറ്റൊരു നിർണായകരമായ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായത് സെപ്റ്റംബർ മാസം 28-ാം തീയതിയാണ്. ഞാൻ ചെറുപ്പം തൊട്ടേ ഒത്തിരി ദൈവദാസന്മാരിലൂടെ ദൈവിക ആലോചനകൾ കേട്ടിട്ടുണ്ട്. കർത്താവിന് വേണ്ടി ജീവിതത്തെ സമർപ്പിക്കണം, കർത്താവിൻ്റെ വേലയ്ക്കായിട്ട് ജീവിതം സമർപ്പിക്കണം, കർത്താവിൻ്റെ വേല ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഒത്തിരി ഞാൻ ചെറുപ്പം തൊട്ടേ കേട്ടിട്ടുണ്ട്. അത് മാത്രമല്ല, എൻ്റെ മാതാപിതാക്കൾ അതിനായിട്ട് എന്നെ ഒത്തിരി എൻകറേജ് ചെയ്യുകയും ചെയ്യുമായിരുന്നു. ഞാൻ പലയിടങ്ങളിലും ഇപ്പോൾ കർത്താവ് ശുശ്രൂഷിക്കാൻ അയക്കുമ്പോൾ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരിക്കൽ പോലും എൻ്റെ പിതാവ് ശുശ്രൂഷിച്ച് അല്ലെങ്കിൽ ദൈവവചനം സംസാരിച്ച് ഞാൻ കേട്ടിട്ടില്ല. ഒരിക്കൽ പോലും ഒരു പ്രബോധനമോ അല്ലെങ്കിൽ ഒരു പ്രസംഗമോ അങ്ങനെ ഒന്നും എൻ്റെ പിതാവ് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. ഒരു മീറ്റിംഗ് ലീഡ് ചെയ്യുകയോ അല്ലെങ്കിൽ മുമ്പിൽ വന്ന് പ്രാർത്ഥിക്കുകയോ ഇങ്ങനെയൊന്നും ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ കണ്ടിട്ടില്ലെങ്കിലും എൻ്റെ മാതാപിതാക്കൾ അവർ വളരെ ഡെഡിക്കേറ്റഡ് ആയി ദൈവസന്നിധിയിൽ അവരുടെ പേഴ്സണൽ പ്രെയർ ലൈഫും അവരുടെ വ്യക്തിപരമായ ക്രിസ്ത്യ ജീവിതത്തിന് ഒരു പ്രാധാന്യത കൊടുക്കുന്നവരായിരുന്നത് കൊണ്ട് തന്നെ അവർക്ക് എന്നിൽ അങ്ങനെ കർത്താവിൻ്റെ വേല ചെയ്ത് കാണണമെന്നുള്ളൊരു വലിയ ആഗ്രഹമുണ്ടായിരുന്നു. അതിനായിട്ട് എന്നെ എപ്പോഴും എൻകറേജ് ചെയ്യുകയും ചെയ്യുമായിരുന്നു. എൻ്റെ പാസ്റ്റർ കൂടെ ആ സമയങ്ങളിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്. പിതാവും മാതാവും സംസാരിക്കുമ്പോൾ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യം, ആത്മീയ ജീവിതത്തിൽ എങ്ങനെയുണ്ട്, ചർച്ചിലൊക്കെ കൂട്ടായ്മകൾക്ക് വരാറുണ്ടോ എന്നൊക്കെ അതിലുള്ള കാര്യങ്ങൾ അവർ ഫ്രീക്വൻ്റ്ലി എൻക്വയറി ചെയ്യുമായിരുന്നു എന്ന് എൻ്റെ പാസ്റ്റർ പറഞ്ഞിട്ടുള്ളത് ഞാൻ ഓർക്കുന്നു. അപ്പോൾ എൻ്റെ പേരൻസ് ഇങ്ങനെ പറയുമ്പോൾ ഞാൻ ഒരിക്കൽ പോലും കർത്താവിൻ്റെ വേല ആ വിധത്തിൽ ചെയ്യണമെന്ന് ഒരിക്കൽ പോലും ഞാൻ താല്പര്യപ്പെട്ടിട്ടില്ല. ഒരു പാസ്റ്ററൽ കപ്പാസിറ്റിയിൽ അല്ലെങ്കിൽ ഒരു ഇവാഞ്ചലിസ്റ്റിക് കപ്പാസിറ്റിയിൽ
കർത്താവിൻ്റെ വേല ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല. ദുബായിലായിരുന്ന സമയങ്ങളിലും ദൈവവചനത്തെ ശുശ്രൂഷിക്കാനുള്ള അവസരങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട്. ആ സമയത്തും ദൈവം എനിക്ക് തന്ന കൃപയ്ക്ക് ഒത്തവണ്ണം ഞാൻ ദൈവവചനം സംസാരിച്ചു എന്നുള്ളതിനപ്പുറമായിട്ട് ഒരു ആക്റ്റീവ് റോൾ അതിൽ ചെയ്യണമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. ഇവിടെയും എൻ്റെ പാസ്റ്റർ അവസരങ്ങൾ ദൈവവചനത്തെ ശുശ്രൂഷിക്കാൻ തരുമ്പോഴും ആ ഒരു ശുശ്രൂഷയിൽ ഏർപ്പെടുന്നതിനപ്പുറമായിട്ട് ഒരു ആക്റ്റീവ് റോൾ ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല. എന്നാൽ സെപ്റ്റംബർ 28 2011 വൈകുന്നേരം 8 മണിയായ സമയം എൻ്റെ മമ്മിയെ അന്ന് ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുപോകാനായിട്ട് താമസിക്കുന്ന വീട്ടിലെ അങ്കിളും പ്രിൻസങ്ങളും ബിനമാമയും അവർ ഹോസ്പിറ്റലിൽ വന്നു. അവർ ഹോസ്പിറ്റലിൽ വന്ന് ഇറങ്ങാൻ തുടങ്ങിയ സമയത്ത് ഞാൻ എൻ്റെ മമ്മിയോട് പറഞ്ഞു, മമ്മി 1 മിനിറ്റ് ഒന്ന് നിൽക്കണം, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പറഞ്ഞു. മമ്മി ചോദിച്ചു, മോനെ എന്തെങ്കിലും പ്രത്യേകം പ്രാർത്ഥിക്കേണ്ട വിഷയങ്ങളുണ്ടോ? ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ആ കിടക്കുന്ന ബെഡിന് ഏകദേശം ഓപ്പോസിറ്റ് ആയിട്ടാണ് ക്ലോക്ക്. 8 മണിയാകുന്ന സമയം ഞാൻ ആ 3 പേരുടെ സാന്നിധ്യത്തിൽ ഞാൻ പറഞ്ഞു, എനിക്ക് കർത്താവിൻ്റെ വേല ചെയ്യണമെന്ന് എൻ്റെ ഹൃദയത്തിൽ ആഗ്രഹമുണ്ട്, കർത്താവിൻ്റെ വേല ചെയ്യുവാനായിട്ട് സമർപ്പിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് സെപ്റ്റംബർ 28 2011 വൈകുന്നേരം 8 മണിക്ക് ഹോസ്പിറ്റൽ ബെഡിൽ വെച്ച് കർത്താവിൻ്റെ വേല ചെയ്യുവാൻ, അത് ദൈവം ആഗ്രഹിക്കുന്ന കപ്പാസിറ്റിയിൽ അത് ചെയ്യുവാൻ, ആ സമയം ഞാൻ ആ ഡെസിഷൻ എടുക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ഒത്തിരി ഭയവും ഒത്തിരി ടെൻഷനും ഉണ്ടായിരുന്നു. ഒരുപക്ഷെങ്കിൽ കർത്താവ് ഫുൾ ടൈം മിനിസ്ട്രി ചെയ്യണമെന്ന് എന്നോട് പറഞ്ഞാൽ എനിക്കത് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഈവൻ ഒരു പാർട്ട് ടൈം കപ്പാസിറ്റിയിൽ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കണമെന്ന് പറഞ്ഞാൽ എനിക്കത് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒത്തിരി ചിന്തകളൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നെങ്കിലും ആ ദിവസം എൻ്റെ ഹൃദയത്തിൽ തോന്നി ദൈവം മുമ്പാകെ സമർപ്പിക്കണമെന്ന് തോന്നി. അങ്ങനെ എൻ്റെ മാതാവും പ്രിയപ്പെട്ടവരും ചേർന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഹോസ്പിറ്റൽ റൂമിൽ വെച്ച് ദൈവവേലയ്ക്കായിട്ട് സമർപ്പിക്കുവാനായിട്ട് കർത്താവ് അവസരത്തെ ഒരുക്കി. അതായിരുന്നു ജീവിതത്തിൽ മറ്റൊരു റിമാർക്കബിൾ ആയിട്ടുള്ള ഒരു അനുഭവം എന്ന് പറയുന്നത്. ഒരുപക്ഷെങ്കിൽ ഞാൻ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് ഒരുപക്ഷെങ്കിൽ പറയുവാൻ കഴിയുന്ന ഒരു കാര്യവും അത് തന്നെ ആയിരിക്കും. എന്നെ ആ ഹോസ്പിറ്റൽ ആ സർക്കംസ്റ്റാൻസസിലൂടെയൊക്കെ ദൈവം കൊണ്ടുപോയതിൻ്റെ പിന്നിലുള്ള ഒരു ഉദ്ദേശമെന്ന് പറയുന്നത് ഒരുപക്ഷെങ്കിൽ ആ ഹോസ്പിറ്റൽ ബെഡിൽ വെച്ച് ഞാൻ കർത്താവിന് വേണ്ടി സമർപ്പിക്കുക എന്നുള്ളതായിരിക്കാം. എനിക്കറിയില്ല, അതായിരിക്കാം എന്ന് ഞാൻ കരുതുന്നു. കാരണം ഇന്ന് കർത്താവിൻ്റെ വേല ചെയ്യുവാൻ ദൈവം എനിക്കൊരു അവസരം നൽകുമ്പോൾ അതിന് മുഖാന്തരമായിട്ട് കർത്താവ് ഒരുപക്ഷെങ്കിൽ ഉപയോഗിച്ചത് ആ ഒരു സാഹചര്യത്തെ ആയിരിക്കാം. അവിടെ ഞാൻ എൻ്റെ സാക്ഷ്യം പറയുന്ന ഇടങ്ങളിൽ ഞാൻ പറയുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്ന് മാതാപിതാക്കളോടാണ്. അത് ഞാൻ മാതാപിതാക്കളുടെ ധൈര്യത്തിനായിട്ട് ഞാൻ പറയുന്നത്, തലമുറകൾക്ക് വേണ്ടിയുള്ള അവരുടെ പ്രാർത്ഥനകൾ ഒരിക്കലും വൃഥാവാകുന്നില്ല, ഒരിക്കലും അത് എന്താ പറയുക ഫ്രൂട്ട്ലെസ് ആകുന്നില്ല. തക്ക സമയമാകുമ്പോൾ ദൈവം ആ പ്രാർത്ഥനകൾക്ക് മറുപടി നൽകും. തലമുറയോടുള്ള ബന്ധത്തിൽ ഒഴുക്കുന്ന ഒരു കണ്ണുനീര് പോലും അത് വേസ്റ്റ് ആകത്തില്ല. തക്ക സമയമാകുമ്പോൾ കർത്താവ് അതിന് മറുപടി നൽകും. ഒന്ന്. രണ്ടാമത് ഞാൻ എന്നെ കേൾക്കുന്ന യൗവനക്കാരോട് പറയുന്നത്, എത്ര കർത്താവിൽ നിന്ന് അന്യപ്പെട്ട് ഓടുവാൻ ശ്രമിച്ചാലും ദൈവത്തിൻ്റെ പദ്ധതി നമ്മുടെ മേലുള്ളിടത്തോളം കാലം അത് ഭൂമിയുടെ ഏതറ്റത്ത് പോയി നാം ഒളിച്ചിരുന്നാലും ആരും നമ്മളെ കണ്ടുപിടിക്കത്തില്ല, അല്ലെങ്കിൽ ആരും നമ്മളെ ചേസ് ചെയ്യാൻ ഇവിടെ ഇല്ല എന്ന് നമുക്ക് തോന്നി ഒരു സേഫ് സോണിൽ നമ്മളായിരുന്നാൽ പോലും ദൈവത്തിൻ്റെ പദ്ധതിയുടെ സമയമാകുമ്പോൾ ദൈവം നമ്മളെ മടക്കി കൊണ്ടുവരും. ദൈവത്തിൻ്റെ പദ്ധതി നമ്മളിലൂടെ ചെയ്യുക തന്നെ ചെയ്യും. അത് ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്, അത് നമ്മളോട് ദൈവത്തിൻ്റെ ഒരു സ്നേഹമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാനത് പറയാൻ മറ്റൊരു കാര്യമുണ്ട്. ആ ഹോസ്പിറ്റൽ ബെഡിൽ വെച്ച് ഞാൻ കർത്താവിൻ്റെ വേലയ്ക്കായി സമർപ്പിച്ചതിന് ശേഷം ഞാൻ മമ്മിയോട് പറഞ്ഞു, എൻ്റെ റൂമിൽ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ബൈബിളുണ്ട്, ആ ബൈബിൾ ഒന്ന് കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അങ്ങനെ അടുത്ത ദിവസങ്ങളിൽ മമ്മി അത് കൊണ്ടുവരുവാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു. എൻ്റെ കൈ പ്രോപ്പർലി ആ സമയത്തും ബലമില്ല, ഓരോ പേജസ് മറിച്ച് തുറക്കുവാനുള്ള ബലം എനിക്കില്ല. ഒരു പക്ഷെങ്കിൽ പറഞ്ഞാൽ ഞാൻ പാരലൈസ്ഡ് ആയിട്ട് എന്ന വണ്ണമാണ് ഞാൻ അവിടെ കിടക്കുന്നത്. മമ്മി ആ ബൈബിൾ തുറന്ന് ജസ്റ്റ് ഒരു റാൻഡംലി എന്ന വണ്ണം വേണം പറയാം, മമ്മി ആ ബൈബിൾ വെച്ചപ്പോൾ ആ ബൈബിള് ക്വൈറ്റ് നാച്ചുറലി തുറന്ന്
പോയൊരു ഭാഗം ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. അത് എബ്രായ ലേഖനത്തിൽ നിന്നുള്ള ഒരു വാക്യത്തിലേക്കാണ് ആ ബൈബിൾ നാച്ചുറലി തുറന്നു പോയത്. എബ്രായ ലേഖനം 12-ാമത്തെ അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യത്തിലേക്കാണ് ഞാൻ 6-ാമത്തെ വാക്യമാണ് ഞാൻ കാണുന്നത്. അത് ശ്രദ്ധിക്കാനുള്ള കാരണം തന്നെ ഞാനത് റെഡ് ഇങ്കിൽ ഞാനത് അണ്ടർലൈൻ ചെയ്തതാണ് ആ വാക്യം. അവിടെ വായിക്കുന്ന അല്ലെങ്കിൽ ആ വാക്യത്തിൽ എഴുതിയിരിക്കുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്: ബിക്കോസ് ദ ലോർഡ് ലവ്സ് ദ വൺ ഹി ലവ്സ് ആൻഡ് ഹി ചേസൻസ് എവ്രി വൺ ഹി അക്സെപ്റ്റ്സ് ആസ് ഹിസ് സൺ. ആ വാക്യം എന്നെ സ്ട്രൈക്ക് ചെയ്തു. റാൻഡംലി അങ്ങനെ തുറന്ന ഒരു വാക്യമായതുകൊണ്ട് മാത്രമല്ല, ഞാൻ ആ സമയത്ത് എനിക്ക് ഉള്ളിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞു, ആ സമയത്തുണ്ടായിരുന്ന എൻ്റെ അതുവരെ ഉണ്ടായിരുന്നുള്ള എൻ്റെ എല്ലാ പ്രയാസവും എൻ്റെ എല്ലാ നീരസവും ഒന്ന് മാറുന്നത് പോലെ എനിക്ക് ഫീൽ ആയ ഒരു സാഹചര്യമായിരുന്നു അത്. ഞാൻ ആ സമയത്ത് എന്നോട് തന്നെ, എൻ്റെ ഉള്ളിൽ ആരോ എന്നോട് തന്നെ പറയുന്നത് പോലെ ഒരു ഫീലിംഗ്, ദൈവം നിന്നെ സ്നേഹിക്കുന്നു എന്നുള്ള ഒരു ശബ്ദമാണ് എൻ്റെ ഉള്ളിൽ ഞാൻ കേട്ടത്. ഞാൻ ഈ സാഹചര്യത്തിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴും അന്നേരവും എനിക്കറിയില്ല എൻ്റെ അടുത്ത ദിവസങ്ങൾ എങ്ങനെയായിരിക്കുമെന്ന് എനിക്കറിയില്ല. എങ്കിലും ആ സമയത്ത് എനിക്കുണ്ടായിരുന്ന ഒരു ഉറപ്പെന്ന് പറയുന്നത്, ഇതിലെന്തോ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, ദൈവം എന്നെ സ്നേഹിക്കുന്നു, ദൈവം എന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വരുന്നത് എന്നുള്ള ഒരു ചിന്ത എൻ്റെ ഉള്ളിൽ വരുവാനായിട്ടിടയായി. അതിനുശേഷമുള്ള മറ്റൊരു സിഗ്നിഫിക്കൻറ്റ് കാര്യം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്, ഞാൻ അതുവരെ ചെയ്തുകൊണ്ടിരുന്ന കിഡ്നി ഡയാലിസിസ് എന്നുള്ള ആ പ്രോസസ്സ് അത് സ്റ്റോപ്പ് ചെയ്ത ഒരു അനുഭവമാണ്. ഒരു പക്ഷേ ലൈഫ് ലോങ് ഡയാലിസിസ് ആയിരുന്നു എൻ്റെ ജീവിതത്തിൽ. ഹോസ്പിറ്റലിൽ നിന്ന് എനിക്ക് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ കിട്ടേണ്ടിയിരുന്ന ഒരു ഫർദർ ട്രീറ്റ്മെൻറ്റിൻ്റെ പ്ലാൻ എന്ന് പറയേണ്ടത്. ഒരു ദിവസം ഡയാലിസിസ് കഴിഞ്ഞ് ആ ഡയാലിസിസ് യൂണിറ്റിൽ നിന്ന് ആ ട്യൂബ് ഡിസ്കണക്ട് ചെയ്യുമ്പോൾ ആ ട്യൂബിൽ നിന്ന് അല്പം ബ്ലഡ് ഒരു ഗൗണിൽ തെറിച്ചു. ഞാൻ ധരിച്ചിരുന്ന ആ ഗൗണിൽ തെറിച്ചു. അപ്പോൾ എന്നെ നോക്കിയ ഒരു നല്ല ഫിലിപ്പീനോ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള നേഴ്സാണ്. ആ നേഴ്സ് എന്നോട് പറഞ്ഞു, ഈ ബ്ലഡ് തെറിച്ച ഗൗണുമായിട്ട് നീ ഈ ഹോൾവേയിൽ കൂടെ തിരിച്ച് റൂമിലോട്ട് പോകണ്ട, ഞാൻ ഇവിടെ നിന്ന് ഒരു പുതിയ ഗൗൺ തരാം, നീ നിൻ്റെ നേഴ്സിനോട് പറഞ്ഞ് അടുത്ത പ്രാവശ്യം ഡയാലിസിസിന് വേണ്ടി വരുമ്പോൾ ഇത് തിരിച്ചു കൊണ്ടുവന്നാൽ മതി എന്ന് പറഞ്ഞ ആ നേഴ്സ് എനിക്കൊരു പുതിയ ഗൗൺ തന്ന് എനിക്ക് തന്നു. ആ പുതിയ ഗൗൺ തന്നപ്പോൾ ഞാൻ ഒരു തമാശ രൂപേണ ഞാൻ ആ നേഴ്സിനോട് തിരിച്ച് ഇങ്ങനെ ചോദിച്ചു, വാട്ട് ഇഫ് ഐ ഡോണ്ട് കം ബാക്ക് എന്നൊരു ഒരല്പം തമാശയോടെയാണ് ഞാൻ ആ നേഴ്സിനോട് ചോദിച്ചത്. കാരണം എനിക്കിത് ചെയ്യണം, ഈ ഡയാലിസിസ് പ്രോസസ്സിലൂടെ പോകണമെന്ന് ഞാൻ ഒട്ടും ആഗ്രഹിച്ചിരുന്നില്ല. ഏകദേശം 8 മണിക്കൂറോളം ഒരു ദിവസത്തെ സമയം അതിനെടുക്കും. ആഴ്ചയിൽ 3 ദിവസം ഇത് ചെയ്യണം. ഈ ഒരു പ്രയാസം എൻ്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് ഇതിൽ കണ്ടിന്യൂ ചെയ്യണ്ട എന്നുള്ള ഒരു താല്പര്യത്തോടെയാണ് ഞാൻ ആ നേഴ്സിനോട് അങ്ങനെ ചോദിച്ചത്. ആ നേഴ്സ് തമാശ രൂപേണ തന്നെ എന്നോട് മറുപടി എൻ്റെ തോളിൽ തട്ടിയിട്ട് പറഞ്ഞു, യങ് മാൻ, ഇറ്റ്സ് ഗുഡ് ടു ഹാവ് സച്ച് പോസിറ്റീവ് തോട്ട്സ്, ബട്ട് ഐ ഹാവ് സീൻ യുവർ റെക്കോർഡ്സ്, യു ഹാവ് ഡയാലിസിസ്, യു ഹാവ് കണ്ടിന്യൂഡ് ഡയാലിസിസ്, യു വിൽ ഹാവ് ടു കം ബാക്ക് എന്ന് പറഞ്ഞ് എന്നെ ഹോൾവേയിൽ എൻ്റെ റൂമിലേക്ക് മടക്കി അയച്ചു. ജീവിതത്തിൽ ഞാൻ ഏറ്റവും കരഞ്ഞിട്ടുള്ള ഒരു ദിവസമായിരിക്കാം ആ ദിവസം. കാരണം ഞാൻ ആ ഹോൾവേയിലൂടെ തിരിച്ച് എൻ്റെ റൂമിലോട്ട് ഞാൻ പോകുമ്പോൾ എൻ്റെ ഉള്ളിൽ വന്ന ചിന്ത ഇതാണ്: ഇനി എൻ്റെ ജീവിതത്തിൻ്റെ തുടർന്നുള്ള എത്ര നാൾ ഞാൻ ജീവിച്ചാലും അത്രയും നാളും ഞാൻ ഈ ഡയാലിസിസ് പ്രോസസ്സിലൂടെ കടന്നു പോകേണ്ടി വരുമല്ലോ എന്നുള്ളൊരു ചിന്ത എൻ്റെ ഉള്ളിൽ, അത് വളരെ ഭാരം എൻ്റെ ഉള്ളിൽ നിറച്ച് ഞാൻ ഒത്തിരി പൊട്ടിക്കരഞ്ഞു. ഞാൻ എൻ്റെ ചീഫ് ഡോക്ടേഴ്സിനോട് ഞാൻ ചോദിച്ചു, എന്താണ് എൻ്റെ കിഡ്നീസ് ബൈ നാച്ചുറൽ അത് പെർഫോം ചെയ്യുമെന്നുള്ള അതിൻ്റെ ഒരു സിമ്പിൾ എന്താണെന്ന് അവരോട് ചോദിച്ചു. അവർ പറഞ്ഞു, ഞങ്ങൾ ഒത്തിരി ടെസ്റ്റ് ചെയ്തു, പക്ഷെങ്കിൽ അതെല്ലാം നിനക്ക് ഫേവറബിൾ അല്ല, അതുകൊണ്ടാണ് ഈ ഡയാലിസിസ് പ്രോസസ്സിലൂടെ നീ പോകേണ്ടതായിട്ട് വരുന്നത്. അതുപോലെ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്ത മുതൽ യൂറിൻ ഔട്ട്പുട്ട് ഇല്ല, അതൊരു സിഗ്നിഫിക്കൻറ്റ് ഭാഗമാണ് കിഡ്നി ഫങ്ഷനിങ്ങിൻ്റെ എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ പറയാനായിട്ടിടയായി. എൻ്റെ നിർബന്ധപ്രകാരം അവരെന്നെ ഒരു ഫർദർ ടെസ്റ്റിന് അവരെന്നെ വിധേയനാക്കി. ആ ടെസ്റ്റിലും അവർക്കും ഫേവറബിൾ ആയിട്ടൊരു റിപ്പോർട്ട് ലഭിച്ചില്ല. അങ്ങനെ ഡയാലിസിസ് വീണ്ടും കണ്ടിന്യൂ ചെയ്യണം എന്നുള്ള ഒരു കൺക്ലൂഷനിൽ അവരെത്തി. എന്നാൽ വേഗത്തിൽ പറഞ്ഞു പോകട്ടെ, ഞാൻ ഇതിനോടകം തന്നെ അവരോട് ചോദിച്ച് മനസ്സിലാക്കിയതനുസരിച്ച് എൻ്റെ ബോഡിയിൽ നിന്ന് നാച്ചുറൽ യൂറിൻ ഔട്ട്പുട്ട് ഇല്ല.
ഒരു നോർമൽ ഹ്യൂമൻ ബീങ്ങിൻ്റെ ബോഡിയിൽ നിന്ന് എത്രത്തോളം ലിറ്റേഴ്സ് ഒരു ദിവസം പ്രൊഡ്യൂസ് ചെയ്യും എന്നിങ്ങനെയുള്ള ഒരു സിഗ്നിഫിക്കൻസ് ഉണ്ടെങ്കിലേ ഈ ഡയാലിസിസ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ അവർ പറഞ്ഞു. എന്നാൽ ഞാൻ എൻ്റെ ആ ദിവസങ്ങളിൽ ഞാൻ ദൈവത്തോട് പറഞ്ഞ ഒരു കാര്യം ഇതാണ്: കർത്താവേ, എന്നെ ഈ അനുഭവത്തിൽ നിന്ന് ദൈവം പുറത്തു കൊണ്ടുവരികയാണെങ്കിൽ എനിക്കൊരു പരസഹായമില്ലാതെ, അല്ലെങ്കിൽ എനിക്ക് ബോഡിയിൽ എനിക്ക് മറ്റ് എയിൽമെൻറ്റ്സ് ഒന്നുമില്ലാതെ എന്നെ പുറത്ത് കൊണ്ടുവരണമേ എന്നുള്ള ഒരു പ്രാർത്ഥനയാണ് ഒരു ദിവസം ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചത്. വാസ്തവത്തിൽ ഞാൻ അതിനു മുമ്പ് ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്താണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ലെങ്കിലും, പല സാക്ഷ്യങ്ങളും കേൾക്കുമ്പോൾ ഞാൻ പല വിധത്തിലുള്ള എന്താ പറയുക, ക്രിട്ടിക് മൈൻഡോടെ ഞാൻ പല സാക്ഷ്യങ്ങളെയും കേട്ടിട്ടുണ്ട്. കാരണം ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്നുള്ള ഒരു ചിന്തയിൽ ഞാൻ പലതിനെയും അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. വാസ്തവത്തിൽ ഒരുപക്ഷെങ്കിൽ എൻ്റെ സാക്ഷ്യം ഇന്നല്ലെങ്കിൽ നിങ്ങളായിരിക്കുന്ന സമയങ്ങൾ കേൾക്കുന്നവർ പോലും ഒരുപക്ഷെ അങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ ചിന്തിക്കാനും സാധ്യതയുണ്ട്. പക്ഷേ എനിക്ക് അതിനുശേഷം മനസ്സിലായ ഒരു കാര്യം ഇതാണ്: ഇത് വാസ്തവത്തിൽ എൻ്റെ അനുഭവമാണ്. വാസ്തവത്തിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത അനുഭവമാണ്. ആരോ ഒരാൾ പറഞ്ഞതുപോലെ അനുഭവത്തെ ഖണ്ഡിക്കുവാൻ കഴിയത്തില്ലല്ലോ. എൻ്റെ ജീവിതത്തിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത, ടാൻജിബിളായി ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത ഒരു അനുഭവമാണിത്. എന്നാൽ എന്തുവാണ് സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു രാത്രിയിൽ എന്തോ ഒരു ഇലക്ട്രിക് ഷോക്ക് പോലെ എന്തോ എൻ്റെ ശരീരത്തിലൂടെ പാസ് ചെയ്യുന്നത് എനിക്ക് ഫീൽ ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ ഒരു ഡിസ്ക്ലൈമർ എന്ന് വേണം ഞാൻ നേരത്തെ ഇത് പറഞ്ഞത്. പലരും ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ ഞാൻ നടക്കുമോ എന്ന് ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ വാസ്തവമായി സംഭവിക്കുന്നു. ഞാൻ എൻ്റെ അവിടെ ശുശ്രൂഷ നേഴ്സിനോട് ചോദിച്ചു, വാസ് ദെയർ ആൻ എർത്ത് ക്വേക്ക് ഓർ സംതിങ്? പക്ഷേ എനിക്കറിയില്ല എന്താ സംഭവിച്ചതെന്ന്. ഞാൻ അങ്ങനെ ഒരു എക്സ്പീരിയൻസിലൂടെ ഞാൻ പോയി. അതിനുശേഷം ഉണ്ടായതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ ശരീരത്തിൽ നിന്ന് ഒരു നോർമൽ ഹ്യൂമൻ ബീങ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എമൗണ്ടിൻ്റെ യൂറിൻ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഇടയായി. അതിനുശേഷം എൻ്റെ ഡയാലിസിസ് പ്രോസസ്സ് തന്നെ നിർത്തുവാനായിട്ട് ദൈവം സഹായിച്ചു. അതാണ് ഞാൻ പറഞ്ഞ ഒരു ദൈവിക വിടുതൽ, മറ്റൊരു ദൈവിക വിടുതൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചത്. അങ്ങനെ ഏകദേശം 67 ഡേയ്സ് മൊത്തത്തിൽ അങ്ങനെ ഹോസ്പിറ്റലിൽ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞാൻ റീഹാബിലോട്ട്, ഫിസിയോതെറാപ്പി തുടർന്നുള്ള കാര്യങ്ങൾക്കായിട്ടൊക്കെ പോയി. അങ്ങനെ 3 മാസത്തോളം, നിയർലി 3 months ഒരു വലിയ ഹോസ്പിറ്റൽ അഡ്മിഷൻ എൻ്റെ ജീവിതത്തിലുണ്ടായി. അതിനുശേഷം ഞാൻ തിരിച്ച് മാതാപിതാക്കളുടെ അടുത്ത് ഫർദർ ഒരു റെസ്റ്റിനായിട്ടൊക്കെ പോയി. വീണ്ടും 2012 ഈ രാജ്യത്തേക്ക് മടങ്ങി വരുവാനായിട്ട് കർത്താവ് ഒരു അവസരത്തെ ഒരുക്കി. ഇതെല്ലാം പറയുമ്പോഴും ഒരു കാര്യം ഉണ്ട്: ഒരു ഭാരിച്ച ഹോസ്പിറ്റൽ ബിൽ ഞങ്ങളുടെ മുമ്പിലുണ്ടായിരുന്നു. ഇൻഷുറൻസ് ഒക്കെ സെറ്റിൽ ചെയ്തതിന് ശേഷവും ആ സമയത്ത് എൻ്റെ ഈ ഹോസ്പിറ്റൽ അനുഭവങ്ങളൊക്കെ യൂണിവേഴ്സിറ്റി ഓഫ് മെൽബണിന് ഞങ്ങളൊരു സ്റ്റഡി ആയിട്ട് റിലീസ് ചെയ്തു. അങ്ങനെ റോയൽ ടീം, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾക്ക് ശേഷം ഒരു വലിയ ഹോസ്പിറ്റൽ ബിൽ ഞങ്ങളുടെ മുമ്പിലുണ്ടായിരുന്നു. ഞാൻ തിരിച്ചു വന്ന് മെഡിക്കൽ ക്ലിയറൻസ് ഒക്കെ ദൈവകൃപയാൽ ലഭിച്ച് ജോലിക്ക് പ്രവേശിച്ച് എൻ്റെ പഠനം വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഹോസ്പിറ്റൽ കോൺടാക്ട് ചെയ്ത് അവരോട് ഈ ഹോസ്പിറ്റൽ ബില്ലിനെ കുറിച്ച് അന്വേഷിച്ചു. അവർ പറഞ്ഞു, ഞങ്ങൾ മാസം ഇൻട്രസ്റ്റ് ഇല്ലാതെ ഇത് സെറ്റിൽ ചെയ്യുവാനായിട്ടുള്ള ഒരു ഫെസിലിറ്റി അവർ ഞങ്ങൾക്ക് തന്നു. നമ്മുടെ മലയാളികളായിട്ടുള്ള നമുക്കൊരു പ്രത്യേകത ഉണ്ടല്ലോ, നമ്മൾ ഡിസ്കൗണ്ട് ചോദിക്കുക എന്നുള്ള ഒരു കാര്യമുള്ളതുകൊണ്ട് ഞാൻ ചോദിച്ചു, ഈ ഹോസ്പിറ്റൽ ബിൽ എന്തെങ്കിലും ഒരു റിഡക്ഷൻ. ആ സമയത്ത് ഏകദേശം $50,000 ഓസ്ട്രേലിയൻ ഡോളേഴ്സ് ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു. അവർ പറഞ്ഞു, ഞങ്ങൾ മാക്സിമം എല്ലാം കൺസിഡർ ചെയ്തിട്ടാണ് ഈ എമൗണ്ടിൽ എത്തിയതെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, ഞങ്ങൾ ഇൻട്രസ്റ്റ് ഇല്ലാതെയല്ലേ ഈ പേയ്മെൻറ്റ് പ്ലാൻ തരുന്നതെന്നൊക്കെ പറഞ്ഞു. ഞാനും ഓക്കെ ആയിരുന്നു. എങ്കിലും അതും ഉള്ളിലൊരു ഭാരമുള്ള ഒരു വിഷയമായിരുന്നു. ഇനിയും എനിക്ക് പഠിക്കണം, ഈ ഹോസ്പിറ്റൽ ബിൽ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ. ഞാൻ ആദ്യം ഈ സാക്ഷ്യം തുടങ്ങിയ ആരംഭത്തിൽ പറഞ്ഞതുപോലെ ഈ ഒരു അനുഭവമാണ് ഒരു പക്ഷെങ്കിൽ കർത്താവിലേക്ക് എന്നെ ആഴമായിട്ട്, അല്ലെങ്കിൽ കർത്താവിനെ ഒന്നുകൂടെ മനസ്സിലാക്കുവാനായിട്ട്, ജീവിതത്തിൽ മനസ്സിലാക്കുവാനായിട്ട് ദൈവം ഒരു മുഖാന്തരമാക്കി തീർത്തതെന്നോട് ഒരു ആദ്യ ടെസ്റ്റ് എന്ന് വേണം. ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവെ, ഇത് വാസ്തവമായിട്ട് അങ്ങ് എന്നെ സ്നേഹിച്ച് ഞാൻ കടന്നു പോകേണ്ട ഒരു സാഹചര്യമായിരുന്നെന്നുള്ളെങ്കിൽ എനിക്ക് ഹോസ്പിറ്റൽ ബില്ലിൽ ഒരു കൺസിഡറബിൾ റിഡക്ഷൻ എനിക്ക് തരണമെന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാനിടയായി. ഞാനത് ആ സമയത്ത് എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യം അങ്ങനെ ആയതുകൊണ്ട് ഞാനത് അങ്ങനെ പ്രാർത്ഥിച്ചു. വസ്തു എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ, ഞാൻ ജോലിക്ക് പ്രവേശിച്ചു. ഒരു ദിവസം ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ഞാൻ അവരോട് വീണ്ടും റീകൺസിഡർ ചെയ്ത് ചോദിച്ചു, നിങ്ങളുടെ ഒരു ഹോസ്പിറ്റൽ ബില്ലിൽ എന്തെങ്കിലും ഞങ്ങൾക്കൊരു ഫർദർ റിഡക്ഷൻ ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ലതായിരുന്നു എന്ന് പറഞ്ഞു. വീണ്ടും ഒരു ഇമെയിൽ അയച്ചു.
അക്കൗണ്ട്സിലെ ആ വ്യക്തി എന്നോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല, ഞങ്ങളുടെ മാനേജ്മെന്റ് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല, ഇനി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് മാത്രമേ എന്തെങ്കിലും ഇതിൽ ഒരു ഡിസിഷൻ എടുക്കുവാൻ കഴിയത്തുള്ളൂ. ഒരു പർട്ടിക്കുലർ ഡേറ്റിൽ ആ ബോർഡ് മീറ്റ് ചെയ്യുന്നുണ്ട്, ആ മീറ്റിങ്ങിൽ ഈ കാര്യം പ്രസന്റ് ചെയ്യുന്ന സമയത്ത് അവരെന്താണോ പറയുന്നത് അത് വിളിച്ചറിയിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം ഞാൻ ജോലി കഴിഞ്ഞ് തിരിച്ച് ഞാൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോകുമ്പോൾ ഞാൻ ഇന്ന് ഓർക്കുന്നു, ഇന്നെന്ന പോലെ ഓർക്കുന്നു, ആ അക്കൗണ്ട്സിൽ നിന്ന് എനിക്കൊരു കോൾ ലഭിക്കുകയാണ്. കോൾ ലഭിച്ചിട്ട് എന്നോട് പറഞ്ഞു, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗ് ഇന്നുണ്ടായിരുന്നു, ഞങ്ങൾ നിൻ്റെ വിഷയം അവിടെ പ്രസൻറ്റ് ചെയ്തു, നീ ചോദിച്ചതുപോലെ നിൻ്റെ ഹോസ്പിറ്റൽ ബില്ല് റിഡക്ഷൻ എൻ്റെ കാര്യം ഞങ്ങളവിടെ പറഞ്ഞു. അപ്പോൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എഗ്രി ചെയ്തത് നിൻ്റെ ഹോസ്പിറ്റൽ ബില്ലിൻ്റെ റിഡക്ഷൻ അല്ല, നിൻ്റെ ഹോസ്പിറ്റൽ ബിൽ ഫുള്ളി വെയ്വ് ഓഫ് ചെയ്യുവാനായിട്ട് തീരുമാനിച്ചു എന്ന് പറഞ്ഞ് അങ്ങനെ ദൈവത്തിൻ്റെ കൃപയാൽ ആ ഔട്ട്സ്റ്റാൻഡിങ് ഹോസ്പിറ്റൽ ബില്ലും കർത്താവ് വെയ്വ് ഓഫ് ചെയ്ത് തന്നു. അങ്ങനെ വലിയ അനുഭവത്തിലൂടെ കർത്താവ് ആ ഒരു 3 മാസം എന്നെ കടത്തിക്കൊണ്ടുപോയി. ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ, അന്നൊരു പക്ഷേ ഞാൻ ഡാർക്ക് ചാപ്റ്റേഴ്സ് എന്ന് വിളിച്ച ആ ദിവസങ്ങൾ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ കർത്താവിൻ്റെ പദ്ധതിയിലുള്ള ദിവസങ്ങളായതുകൊണ്ട് ഞാനതിനെ നല്ല ദിവസങ്ങളെന്ന് ഞാൻ വിളിക്കുന്നു. അതിലൂടെ ദൈവം ചെയ്ത എല്ലാ ദൈവിക പദ്ധതികൾക്കായിട്ടും ഞാൻ സ്തോത്രം ചെയ്യുന്നു. എൻ്റെ ജീവിതത്തിലൂടെയും ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കും, ദൈവം പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുമെന്ന് പറയുവാൻ കർത്താവ് എന്നെയും പ്രാപ്തനാക്കിയതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ശരി, അപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിയൊരു കമൻറ്റാണ് കേട്ടോ. ഇനിയിപ്പോൾ ആരുടെയെങ്കിലും സാക്ഷ്യം കേൾക്കുമ്പോൾ നമ്മൾ ക്രിട്ടിക്കലായിട്ട് അതിനെ ചിന്തിക്കത്തില്ല. കാരണം നമ്മുടെ അനുഭവത്തിലൂടെ മനസ്സിലായി എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ച ദൈവം നിശ്ചയമായിട്ടും ആ ബ്രദറുടെ സിസ്റ്ററുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട്, അല്ലേ? തീർച്ചയായിട്ടും. വ്യക്തിപരമായ അനുഭവം ഉള്ളവർക്ക് അങ്ങനെ ക്രിട്ടിസൈസ് ചെയ്യാൻ പറ്റത്തില്ല. പലപ്പോഴും ഈ നമ്മളിപ്പോൾ ഒരു സാക്ഷ്യം കേൾക്കുന്നു, ഒരു സൂപ്പർ നാച്ചുറൽ മിറക്കിൾ ഒരാൾ പറയുന്നു, അപ്പം നമ്മുടെ യുക്തി, നമ്മുടെ റീസണിങ്ങിന് അത് നിരക്കത്തില്ല, നമ്മുടെ സയൻറ്റിഫിക് ആ ഒരു റാഷണൽ തിങ്കിങ്ങിന് അത് നിരക്കത്തില്ല. അപ്പം നമ്മളതിനെ എന്താ ചെയ്യുന്നത്? നമ്മുടെ റീസണിങ് കൊണ്ട്, നമ്മുടെ സയൻറ്റിഫിക് റാഷണൽ ആ ഒരു തിങ്കിങ് കൊണ്ട് നമ്മളതിനെ ഡൈജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മളതിനെ നമ്മുടെ ആ ഒരു ചിന്തയ്ക്കകത്ത് എങ്ങനെ നമുക്കത് വിശ്വസിക്കാമെന്ന് നമ്മളൊന്ന് ബലം പിടിക്കുക. കാരണം നമുക്ക് പറ്റുന്നില്ല. എന്നാൽ വ്യക്തിപരമായി കർത്താവ് തൊട്ട അനുഭവം ഉള്ളവർക്ക് അങ്ങനെ അല്ല. ഇന്ന് യേശു അത്ഭുതം ചെയ്തു. ഞാനൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചത്, ഈ അടുത്ത ദിവസങ്ങളിൽ കണ്ടിന്യൂസ് ഇപ്പം 2-3 ആഴ്ചയായിട്ട് വരുന്ന ടെസ്റ്റിമണീസിലെല്ലാം ഒരു കോമൺ ഫാക്ടറുണ്ട്. അതായത് കർത്താവ് ഇറങ്ങി തൊട്ട ഒരു അസാധാരണ എക്സ്പീരിയൻസ്. നമുക്ക് ലിസി സിസ്റ്റർ കോട്ടയത്തു നിന്ന് വന്നു. ആ സിസ്റ്റർ മാസങ്ങൾ അബോധാവസ്ഥയിലായിരുന്നു. ഡൽഹിയിലെ ഒരു ഹോസ്പിറ്റലിൽ വെച്ച് ബോധം നഷ്ടപ്പെട്ടു. ഒരു തലച്ചോറിനെ ബാധിക്കുന്ന ഒരു രോഗമായിരുന്നു. അത് സർജറി ചെയ്യാൻ പറ്റത്തില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. കാരണം സർജറി ചെയ്യുകയാണെങ്കിൽ 10% റിക്കവറി ചാൻസ് ഉള്ളൂ, മരിച്ചു എന്ന് പറഞ്ഞു. അതുകൊണ്ട് വീട്ടുകാർ സർജറി ചെയ്തില്ല. 6 മാസത്തോളം വീട്ടിൽ കൊണ്ടുവന്ന് കട്ടിലിൽ കിടക്കുകയാണ്, ബോധമില്ലാതെ. മരിച്ചിട്ടില്ല, ബോധവുമില്ല. ഒരു പാസ്റ്റർ വന്ന് തലേ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഓൺ ദ സ്പോട്ട് ആ സിസ്റ്റർക്ക് ഫീൽ ചെയ്യുക, ഉച്ചി മുതൽ ഉള്ളങ്കാൽ ഒരു ഇലക്ട്രിക് ഷോക്ക് വരുന്നു. കണ്ണ് തുറന്ന് നോക്കുന്നു. കണ്ണ് തുറക്കുമ്പോൾ ഡൽഹിയിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയത് ഓർമ്മയുണ്ട്. എന്നാൽ ഇപ്പം കണ്ണു തുറക്കുമ്പോൾ കേരളത്തിലെ വീട്ടിൽ കിടക്കുന്നു 6 മന്തോളം. ഇത് ഒന്നാമത്തെ. രണ്ടാമത്തെ സാക്ഷ്യം, നമുക്ക് ഒരു ദേവദാസന് തൊടുപുഴ മൂന്നാറിൽ നിന്ന് വന്ന് സാക്ഷ്യം പറഞ്ഞു. കർത്താവിൻ്റെ ദാസൻ പറഞ്ഞ സാക്ഷ്യം, അദ്ദേഹത്തിൻ്റെ തലച്ചോറിൻ്റെ അകത്ത് ഒരു ട്യൂമർ വളർന്നു. ആ ട്യൂമറിൻ്റെ പൊസിഷൻ അങ്ങനെ ആയിരുന്നത് കൊണ്ട് ഡോക്ടർ പറഞ്ഞു സർജറി ചെയ്യാനൊക്കത്തില്ല. ഒരു ഭാഗം തളർന്നുപോയി, ഒരു കണ്ണിൻ്റെ കാഴ്ച പോയി, കൈയും കാലും തളർന്നുപോയി. വീട്ടിൽ കൊണ്ടുവന്ന് 1.5 വർഷം വിട്ടു, കട്ടിലെ കിടക്കുന്ന അവസ്ഥയിൽ. അതിൻ്റെ ഇടയ്ക്ക് അദ്ദേഹം ഒരു നിരീശ്വരവാദിയായിരുന്നു. ഇടയ്ക്ക് ചർച്ചിൽ പോകാൻ തുടങ്ങി. ഒരു പ്രസംഗം കേട്ടു, വിശ്വാസത്തോടുകൂടെ യാചിച്ചാൽ, വിശ്വസിച്ചാൽ അത് സംഭവിക്കും. അന്ന് രാത്രി പുള്ളി ഈ പ്രസംഗം കേട്ട രാത്രി കട്ടിലെ കിടന്നുകൊണ്ട് വെറുതെ പറഞ്ഞു, കർത്താവേ ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ കണ്ണ് തുറന്നെന്ന്. പെട്ടെന്ന് പുള്ളിക്ക് തോന്നുക തലച്ചോറിൻ്റെ അകത്ത് എന്തോ ഒന്ന് ഷെയ്ക്കാകുന്നു. അത് 4 പ്രാവശ്യം ഷെയ്ക്കായി. 4ാമത്തെ പ്രാവശ്യമായപ്പോൾ കണ്ണ് ഓപ്പണായി. അപ്പം കർത്താവ് ഇറങ്ങി തുടങ്ങുക. അപ്പം പുള്ളി പറഞ്ഞു, കർത്താവ് ഞാൻ വിശ്വസിക്കുന്ന, എൻ്റെ കൈ ഹീലാകുന്നു. പെട്ടെന്ന് പുള്ളിക്ക് തോന്നുക പുള്ളിയെ ആരൻ്റെ തോളത്ത് അടിച്ചതുപോലെ കൈ തേണ്ട എഴുന്നേക്കുന്നു. 1.5 വർഷം അനങ്ങാത്ത കയ്യെ. അടുത്ത ദിവസം രാവിലെ ചുരുക്കി പറഞ്ഞാൽ പുള്ളി തനിയെ നടന്നു. ഇന്ന് ഒരു ഫുൾ ടൈം മിനിസ്ട്രി ചെയ്യുന്ന ഒരു കർത്താവിൻ്റെ ദാസനാണ്. അപ്പം ഞാൻ ഇത് 3 സാക്ഷ്യം അടുപ്പിച്ച് വരിക കേട്ടോ.
ഈ സീസണിൽ ദൈവം നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത് അൺയൂഷ്വൽ മിറക്കിൾസ്. ഇന്ന് നമ്മൾ പ്രിയ ജെയ്സന്റെ ജീവിതത്തിലും കേട്ടത് കർത്താവ് ഇറങ്ങി വന്ന് തൊട്ടപ്പോൾ ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കർത്താവ് ചെയ്തപ്പോൾ. സോ വി ബിലീവ് ഇൻ സൂപ്പർ നാച്ചുറൽസ്. പെന്തക്കോസ്തിൽ ഇതൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുന്നവരോട് ഞാൻ 100 വർഷം മുമ്പുള്ള ചരിത്രമല്ല പറയുന്നത്. ഒരു ചെറുപ്പക്കാരൻ നമ്മുടെ മുമ്പിൽ വന്ന് ഇരുന്ന് പറയുക കർത്താവ് തൊട്ടു. ഇന്നും യേശു തൊടുന്നു. അത് പെന്തക്കോസ്ത് എന്നുള്ളതല്ല, അവൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ. ഡിനോമിനേഷനും പേരും ഒക്കെ നമ്മളാണ് ഉണ്ടാക്കിയതല്ലേ. യേശുവിൻ്റെ ശരീരമാകുന്ന സഭ ഒന്നേ ഉള്ളൂ. വചനമനുസരിക്കുന്നവരൊക്കെ, അവനെ വിളിച്ചപേക്ഷിക്കുന്നവരൊക്കെ അവൻ്റെ സ്പർശനം ഇന്നും അനുഭവിക്കും. ഇന്നും യേശു അത്ഭുതം പ്രവർത്തിക്കും. ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ നിങ്ങൾ വിശ്വസിച്ചാട്ട് നിങ്ങളായിരിക്കുന്ന സിറ്റുവേഷനിൽ ഒരു മിറക്കിൾ സംഭവിക്കുന്നു. യേശുവിനിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞൊരു കാര്യമാണ്, എൻ്റെ മനസ്സിൽ അങ്ങനെ തോന്നി ഇങ്ങനെ പറയാൻ, അല്ലേ? എന്തോ ഒരു കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ അങ്ങനെ തോന്നി. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എന്താണെന്നറിയാം സാർ, നമ്മുടെ ആ മനസ്സിൽ വരുന്ന തോന്നലുണ്ടല്ലോ, അത് നമ്മുടെ തോന്നലല്ല, പരിശുദ്ധാത്മാവ് ദൈവഹിതപ്രകാരം നമ്മളെ തോന്നിപ്പിക്കുകയാണ്. അതായത് ആ ഹോസ്പിറ്റൽ ബില്ലിൽ ഒരു ഡിസ്കൗണ്ട് കിട്ടുകയാണെങ്കിൽ ഞാൻ കടന്നുപോയ സിറ്റുവേഷൻ ദൈവത്തിൻ്റെ പ്ലാൻ ആയിരുന്നെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു തോന്നലുണ്ടായി. പക്ഷെ ആ തോന്നൽ പോലും പരിശുദ്ധാത്മാവ് നമ്മളെ ദൈവഹിതപ്രകാരം ചിന്തിപ്പിക്കുന്നത്. എനിക്ക് അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മളോർക്ക് നമ്മുടെ തോന്നില്ല, കർത്താവ് ഇത് ഇങ്ങനെ സംഭവിച്ചാൽ ഞാനൊരു അടയാളം വെക്കുകയാണ്, നിൻ്റെ ഹിതമാണെന്ന് മനസ്സിലാകും. പക്ഷേ പിന്നീട് എനിക്ക് മനസ്സിലായത് ആ തോന്നൽ പോലും എക്സാക്ട്ലി ദൈവാത്മാവ് നമ്മുടെ ഉള്ളിലിട്ട്. എൻ്റെ ഒരു അനുഭവം അങ്ങനെ. ഒരു ദിവസം രാത്രി ഞാനൊരു വലിയ ക്രൈസിസിലൂടെ പോകുമ്പോൾ, ക്രൈസിസ് എന്ന് പറയുമ്പോൾ മിനിസ്ട്രി റിലേറ്റഡ്, ഞാൻ ദൈവസന്നിധിയിൽ അന്ന് വൈകിട്ട് വലിയ ടെൻഷനോടുകൂടെ പ്രാർത്ഥിച്ചു, കർത്താവെ ഞാൻ എടുത്ത ഡിസിഷൻ നിൻ്റെ ഹിതപ്രകാരമാണെങ്കിൽ എനിക്കൊരു സൈൻ വേണം. ഐ യൂസ് ടു ആ സൈൻസ് ലൈക്ക് ഗിരിയോൻ തോല് വിരിച്ചെന്നൊക്കെ പറയത്തില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി തോല് വിരിച്ചിട്ടുണ്ട്. എല്ലാ തോലിനെയും ദൈവം തെളിവോടുകൂടെ നനയ്ക്കുകയോ നനയ്ക്കാതിരിക്കുകയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അന്ന് വൈകിട്ട് പ്രാർത്ഥിച്ചു, കർത്താവെ ഞാൻ എടുത്ത ഡിസിഷൻ നിൻ്റേതാണെങ്കിൽ എനിക്കൊരു അടയാളം വേണം. അപ്പം പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വരുന്നത് എന്താണെന്നറിയാം, ഒരു പൊട്ട അടയാളമാണ്. നാളെ രാവിലെ ഞാൻ ഉണരുമ്പോൾ ഇന്നാരെന്നെ ഫോൺ വിളിക്കണം, ഒരു വ്യക്തിയുടെ പേര് പറയുക, ഒരു എക്സാക്ട്ലി ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞിട്ട് പറയുക, ഈ ഡിസിഷൻ ദൈവഹിതമാണെങ്കിൽ നാളെ വെളുപ്പിനെ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഈ ഡിസിഷൻ എടുക്കുന്നത്, ഈ വ്യക്തി എന്നെ ഫോൺ ചെയ്യണം. എൻ്റെ ജേസൺ ബ്രദറെ, പിറ്റേ ദിവസം രാവിലെ 6:30 എൻ്റെ ലാൻഡ് ലൈൻ ബെല്ലടിക്കുന്നു. ഞാൻ പോയി ഫോൺ എടുക്കുന്നു. അപ്പോൾ ആ ഫോണിൻ്റെ അങ്ങേപ്പുറത്ത് വന്ന് അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നത് ഞാൻ ഇന്നാരാണ്. ഞാൻ ഷോക്ക്ഡായിപ്പോയി. അപ്പോൾ എനിക്ക് കറക്റ്റ് മനസ്സിലായി, എൻ്റെ തോന്നലല്ല അത്, പരിശുദ്ധാത്മാവ് ഒരു പ്രോഫറ്റിക് വേയിൽ ആ ഒരു തോട്ട് നമ്മുടെ അകത്ത് ഇടുകയാണ്. നമുക്കങ്ങനെ ചിന്തിക്കാനുള്ള ബുദ്ധിയൊന്നുമില്ല. എവറിത്തിങ് ഇസ് കൺട്രോൾ ആൻഡ് കോർഡിനേറ്റഡ് ബൈ ഹോളി സ്പിരിറ്റ്. അതാണ് സംഭവിക്കുന്നത്. നമ്മുടെ ദൈവം എത്രയോ അത്ഭുതമാണ്. ഈ ദൈവത്തെ പിൻപറ്റുവാൻ കഴിഞ്ഞത്, ഞാൻ ഏറ്റവും ജീവിതത്തിൽ സന്തോഷിക്കുന്നത് ഈ ദൈവത്തിൻ്റെ ഒരു ദാസനാകാൻ കഴിഞ്ഞതിൽ, അല്ലേ? ദാസനാകാൻ കഴിഞ്ഞതിൽ. പലപ്പോഴും കർത്താവിൻ്റെ വേല ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു കൊച്ചു കാര്യമായിട്ട് ആളുകളുടെ ചിന്ത. അതിനൊരു നിന്ദയുണ്ട്, അതിനൊരു അപമാനമുണ്ട്. നമ്മളൊക്കെ കർത്താവിൻ്റെ വേല ചെയ്യുമ്പോൾ നമുക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ജോലിയൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിലും അതൊക്കെ വിട്ട് കർത്താവിൻ്റെ വേല ചെയ്യുമ്പോൾ ആളുകൾ പറയും, ഇവന് വേറെ പണിയില്ലാത്തതുകൊണ്ട് ഇറങ്ങിയതാ, ഇവന് എന്താ പറഞ്ഞത്, കൂലിപ്പണി ചെയ്ത് ജീവിക്കത്തില്ലയോ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ കർത്താവിൻ്റെ കൃപയാൽ ഈ യേശുവിനെ ആ നിന്ന വഹിച്ചോട്ട് ശുശ്രൂഷിക്കാൻ കഴിയുന്നത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. തീർച്ചയായിട്ടും. എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ചെയ്യാം കേട്ടോ, വിട്ടുപോയ അനുഭവങ്ങളുണ്ടെങ്കിൽ പറയാം. ഞാൻ ഒരു കൺക്ലൂഷനായിട്ട് അത്രയും പറഞ്ഞതേ ഉള്ളൂ, ഒന്ന് റാപ്പപ്പ് ചെയ്യാൻ വേണ്ടി പറഞ്ഞെന്നുള്ളത്. തീർച്ചയായിട്ടും. അല്ല, അങ്കിൾ പറഞ്ഞത് വളരെ വാസ്തവമായ കാര്യമാണ്. കാരണം അങ്കിൾ പറഞ്ഞ ആ കാര്യത്തെ ഞാൻ ഒന്നുകൂടെ ഒന്ന് സ്ട്രെസ് ചെയ്യുകയാണ്. കാരണം ഒരു ക്രിട്ടിക് മെൻറ്റാലിറ്റിയോടെ പലതിനെയും വീക്ഷിച്ചിരുന്ന സ്ഥാനത്തു നിന്ന് ഒരു പക്ഷേങ്കിൽ ആ ഒരു മെൻറ്റാലിറ്റി ഷിഫ്റ്റിന് വേണ്ടിയായിരിക്കാം ദൈവം എന്നെ അനുഭവത്തിലൂടെ കടത്തിക്കൊണ്ടുപോയത്. അല്ല, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി എന്നെ സമർപ്പിക്കുവാനായിരിക്കാം കർത്താവ് അനുഭവത്തിലൂടെ കടന്നുപോയത്. ഞാൻ ഏത് വിധത്തിലാണോ കർത്താവ്, അല്ലെങ്കിൽ ഏത് ഉദ്ദേശത്തോടെയാണോ കർത്താവ് അതിൽ കൂടെ എന്നെ കടത്തിക്കൊണ്ട് പോയെന്ന് ഉള്ളതിനേക്കാൾ ഞാൻ ആ ദിവസങ്ങളെ തിരിഞ്ഞു നോക്കുമ്പോൾ ആ ദിവസങ്ങൾ തീർച്ചയായും പ്രയാസമുള്ള ദിവസങ്ങളായിരുന്നു. അതിൽ യാതൊരു സംശയമില്ല. എങ്കിൽ പോലും ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ അതിലും എനിക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യം, ദൈവം ഒന്നും ദോഷത്തിനായിട്ടല്ല, എല്ലാം ദൈവം നന്മയ്ക്കാക്കി തീർത്തു എന്നുള്ളതാണ് എനിക്ക് അതിലൂടെയും പറയുവാനുള്ളൊരു കാര്യം. അതുകൊണ്ട് അങ്കിൾ പറഞ്ഞതുപോലെ തന്നെ ഒരു വ്യക്തിയുടെ സാക്ഷ്യം ഇന്ന് ഞാൻ കേൾക്കുമ്പോൾ എന്നെനിക്ക് റീതിങ്ക് ചെയ്യേണ്ട കാര്യമില്ല. ദൈവം ഇങ്ങനെയും പ്രവർത്തിക്കുമോ എന്നൊരു ചിന്ത എൻ്റെ ജീവിതത്തിൽ വരേണ്ട കാര്യമില്ല. ഞാൻ ചില സമയത്തൊക്കെ എന്തെങ്കിലും ഞങ്ങളുടെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളുമായിട്ട്, ജോലിയുമായിട്ടോ അല്ലെങ്കിൽ
കുഞ്ഞുങ്ങളുടേതായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അല്ല എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ഞാൻ അല്പം സ്ട്രെസ്ഡ് ആകുമ്പോൾ, എൻ്റെ വൈഫ് ഒരു മെഡിക്കൽ പ്രൊഫഷണലാണ്, ഒരു ഫാർമസിസ്റ്റ് ആണ്. അപ്പോൾ വിനീത എന്നോട് പറയുന്ന ഒരു കാര്യമുണ്ട്, അച്ചാച്ചന് ഒരു മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ദൈവം എന്തുവാണ് ചെയ്തതെന്നുള്ളത് ഇന്ന് വരെയും തിരിച്ചറിഞ്ഞിട്ടില്ല എന്ന് ചില സമയത്തൊക്കെ എന്നോട് പറയാറുണ്ട്. അതുകൊണ്ട് ഒരു പക്ഷെങ്കിൽ ദൈവം അതായിരിക്കാം എന്നിൽ നിന്ന് എന്നെ പഠിപ്പിക്കുന്നത്. അല്ലെങ്കിൽ എന്നോട് പറയാറുണ്ട്, ഡയാലിസിസ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സ്റ്റോപ്പ് ആകുക എന്ന് പറയുന്നതിന്റെ പ്രാധാന്യത എന്തുവാണെന്ന് വെച്ചാൽ ഇതുവരെയും അറിഞ്ഞിട്ടില്ല എന്ന് എന്നോട് ചില സമയത്ത് പറയാറുണ്ട്. അപ്പം ഞാനൊരു കാര്യം അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്, ജീവിതത്തിൽ ഇങ്ങനെയുള്ള അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒന്ന്, ദൈവം ഇന്നും പ്രവർത്തിക്കുന്നു. അങ്കിൾ പറഞ്ഞ ആ വാക്ക് 100 വർഷം മുമ്പുള്ള കാര്യമല്ല. ഈ റീസെന്റ് ആയിട്ടും നമ്മൾ ജീവിതത്തിൽ ദൈവം എൻ്റെ ജീവിതത്തിലൂടെയും ഈ മറ്റ് പ്രിയപ്പെട്ടവരുടെ സാക്ഷ്യം പറഞ്ഞ ആ അനുഭവങ്ങളിലൂടെ ഒക്കെ നമ്മൾ നോക്കുമ്പോൾ ഇന്നും ദൈവം പ്രവർത്തിക്കുന്നു. ഇന്നും ദൈവം പ്രവർത്തിക്കാതെ വണ്ണം ദൈവത്തിന്റെ കരം കുറുതായി പോയിട്ടില്ല. കേൾക്കാൻ കഴിയാതെ വണ്ണം ദൈവത്തിന്റെ ചെവി മന്ദമായി പോയിട്ടില്ല എന്ന് ഒന്നുകൂടെ തിരിച്ചറിഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവിക ഉദ്ദേശങ്ങളൊന്നും അസാധ്യമായി പോകുന്നില്ല എന്നുള്ള ആ ഒരു തിരിച്ചറിവും കൂടെ കർത്താവ് നമുക്ക് നൽകുകയാണ്. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. പിന്നെ ഈ ഇൻസിഡൻസ് ഒക്കെ കഴിഞ്ഞിട്ടാണ് വിവാഹം അല്ലേ? അതെ, 2014 ഞാൻ വിവാഹം കഴിക്കുന്നത്. ശരി, വിവാഹത്തെക്കുറിച്ചൊക്കെ എന്തെങ്കിലും 2 വാക്ക് പറയാനുണ്ടെങ്കിൽ പറയാം. തീർച്ചയായിട്ടും കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാര്യയെ കർത്താവ് എനിക്ക് നൽകി. ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ വൈഫിൻ്റെ പേര് വിനീത. വിനീത മസ്കറ്റ് ബോൺ ആൻഡ് റേസ്ഡ് ആണ്. അവരുടെ വിനീതയുടെ പേരൻസും അവർ ഡാഡി മമ്മി ഇപ്പോൾ USA ഡാലസിലാണ് അവർ താമസിക്കുന്നത്. നാട്ടിൽ കൂടലിലാണ് വിനീതയുടെ ഫാമിലി. അവരുടെ കൂടൽ ഷാരോൺ ചർച്ച് ഓഫ് ഗോഡിൻ്റെ മെമ്പേഴ്സാണ്. 2019 കർത്താവ് ഞങ്ങൾക്ക് ആദ്യത്തെ കുഞ്ഞിനെ ദാനമായി നൽകുന്നത്. 2021 ഞങ്ങൾക്ക് 2ാമത്തെ ആളും 2023 ഞങ്ങൾക്ക് 3ാമത്തെ ആളെ കർത്താവ് ദാനമായിട്ട് നൽകി. അതെ, 3 കുഞ്ഞുങ്ങൾ. അതെ. വിവാഹശേഷം 5 വർഷ ശേഷം ആദ്യത്തെ കുഞ്ഞുണ്ടായത് അല്ലേ? അതെ. എല്ലാം ജീവിതാനുഭവങ്ങളാണല്ലോ. തീർച്ചയായിട്ടും ജീവിതത്തിന്റെ ആ ഹോസ്പിറ്റൽ എക്സ്പീരിയൻസ് മാത്രമല്ല ദൈവത്തെ നല്ലവനെന്ന് രുചിച്ചറിയുവാനായിട്ട് ദൈവം ഒരുക്കിയ അനുഭവം. പല അനുഭവങ്ങൾ ഞങ്ങൾ ഈ ദേശത്ത് ഞങ്ങളുടെ നിലനിൽപ്പിനോടുള്ള ബന്ധത്തിൽ പല അനുഭവങ്ങളിൽ ഞങ്ങൾക്ക് പ്രയാസങ്ങൾ നേരിടേണ്ടതായിട്ട് വന്നു. ഞാൻ പഠിച്ചതും ഞാൻ ജോലി ചെയ്തതും തമ്മിൽ രണ്ട് സെക്ടറിലായിരുന്നത് കൊണ്ട് ഞങ്ങൾക്കിവിടെ പെർമനന്റ് റെസിഡൻസിയോടുള്ള ബന്ധത്തിൽ ഞങ്ങൾ അല്പം പ്രയാസത്തിലൂടെ കടന്നുപോയി. അങ്ങനെയൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ അല്പം പ്രയാസങ്ങളൊക്കെ വരുമ്പോഴും ആ സാഹചര്യങ്ങളിലെല്ലാം ഞങ്ങളെ ബലപ്പെടുത്തിയതും ഞങ്ങളെ പിടിച്ചു നിർത്തിയതും ഞാൻ പറഞ്ഞതുപോലെ കർത്താവ് ആരെന്ന ജീവിതത്തിന്റെ ഒരു അനുഭവത്തിൽ ഞങ്ങൾ രുചിച്ചറിഞ്ഞതാണ്. ആ അനുഭവത്തിലൊക്കെ ഞങ്ങളെ ദൈവം പിടിച്ചു നിർത്തിയ അനുഭവങ്ങൾ എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം. ശരി, നമുക്ക് നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറഞ്ഞാൽ ഇനിയും എല്ലാ ദിവസവും എക്സ്പീരിയൻസ് ആണ്. എല്ലാ ദിവസവും കർത്താവിനെ രുചിച്ചറിയുക. അനുഭവങ്ങളും സാക്ഷ്യങ്ങളും ഒരിക്കലും തീരത്തില്ല. അത് അനുദിനം അവൻ്റെ കൃപ, അവൻ്റെ മേഴ്സി എല്ലാ ദിവസവും പുതുകി വരുന്നെങ്കിൽ എവറി ഡേ പുതുകി വരുന്ന മേഴ്സി, എവറി ഡേ ന്യൂ തിങ്സ് വിൽ നമ്മുടെ ജീവിതത്തിൽ ക്രിയേറ്റ് ചെയ്യുവാൻ, അത് സൃഷ്ടിക്കുവാൻ കാരണമായി തീരും. ദൈവം സഹായിക്കട്ടെ. നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം കേട്ടോ. ജീസൻ തന്നെ നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി ചുരുക്കമായിട്ടൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. സ്തോത്രം. ഞങ്ങളുടെ സ്വർഗീയ നല്ല കർത്താവേ, ഈ നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അടിയൻ്റെ ജീവിതത്തിലൂടെ കർത്താവ് ചെയ്ത വൻ കാര്യങ്ങളെ പ്രസ്താവിപ്പാൻ ഈ പ്ലാറ്റ്ഫോമിലൂടെ ദൈവം ഒരുക്കിയ ഒരു മുഖാന്തരത്തിനായിട്ട് കർത്താവിന് നന്ദി പറയുന്നു. അനേകം ദൈവിക വിടുതലുകളെ കർത്താവ് ഈ ചാനലിലൂടെ കർത്താവ് പുറത്തു കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. അതൊക്കെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതൊക്കെ അനേകരുടെ ജീവിതത്തിൽ കർത്താവ് അനുഗ്രഹത്തിനും വിടുതലിനും കാരണമാക്കി അങ്ങ് തീർത്തതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഈ ചാനലിലൂടെ ദൈവിക സന്ദേശങ്ങളെ പുറത്തു കൊണ്ടുവരുന്ന അങ്ങയുടെ ഭൃത്യനായി കർത്താവിന്റെ ദാസിക്കായി പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരുടെ പ്രവർത്തനങ്ങളെ കർത്താവ് അനുഗ്രഹിച്ച് അത് വിശാലതയിലേക്ക് കർത്താവ് നയിക്കുമാറാകണമേ. അങ്ങയുടെ നാമമഹത്വത്തിനായി കർത്താവെ അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ ചെയ്യുവാൻ കർത്താവ് ഇടയാക്കേണ്ടതിനായിട്ട് പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ കർത്താവെ ഇന്ന് ഈ സാക്ഷ്യ വാക്കുകളെ കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കായും പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇത് കേൾക്കുന്ന ഓരോ വ്യക്തികളെയും ദൈവകാര്യങ്ങളിലേക്ക് ഏൽപ്പിച്ച് അടിയൻ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കൃപ ഓരോരുത്തരോടും കൂടെ ഉണ്ടായിരിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരെയും അങ്ങ് തന്നെ
കർത്താവെ ബലപ്പെടുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിൻ്റെ ഏത് അനുഭവത്തിലൂടെ അവർ കടന്നുപോയാലും കർത്താവെ അങ്ങയുടെ കരം അവർക്ക് അതാത് സമയങ്ങളിൽ രുചിച്ചറിഞ്ഞ് അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ അവർ ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയന്റെ ജീവിതത്തിലൂടെ ദൈവം ചെയ്ത വിടുതലുകൾ കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് അവരുടെ ജീവിതത്തിൽ അത് വിശ്വാസ വർധനയ്ക്കും അങ്ങയിലുള്ള ആശ്രയം ഒന്നുകൂടെ ആഴമായി ഉറപ്പിക്കുന്നതിനും കാരണമാക്കി അവിടുന്ന് തീർക്കുന്നതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും കർത്താവെ ദൈവമടിയനെ നടത്തിയ വഴികളെക്കുറിച്ചും വിടുതലുകളെക്കുറിച്ചും കേൾക്കുന്നെങ്കിൽ കർത്താവെ അങ്ങ് ഇന്നും സൗഖ്യദായകനാണെന്നുള്ള ഉറപ്പ് അവരുടെ ഉള്ളിൽ ആഴമായിട്ട് കർത്താവെ ഉണ്ടാകേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. അങ്ങിന്നും പ്രാർത്ഥനകൾക്ക് മറുപടി നൽകുന്ന ദൈവമാണെന്ന് ഉള്ള ഉറപ്പ് അവരുടെ ഹൃദയത്തിൽ ആഴമായി കർത്താവെ പതിയേണ്ടതിനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ കർത്താവെ, തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾ കർത്താവ് ഈ സന്ദേശം, ഈ വാക്കുകൾ കേൾക്കുന്നെങ്കിൽ കർത്താവെ ആ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. അവരുടെ പ്രാർത്ഥന ഒരു നാളും വൃഥാവാകുന്നില്ല എന്നുള്ള ഉറപ്പ് കർത്താവ് ഒരിക്കൽ കൂടി അവർക്ക് നൽകുന്നതിനായി സ്തോത്രം. ദൈവഭാഗത്ത് നിന്ന് അന്യപ്പെട്ട ആരെങ്കിലും കർത്താവ് ഈ സന്ദേശം കേൾക്കുന്നുണ്ടെങ്കിൽ കർത്താവെ അങ്ങയുടെ സമയത്ത് ദൈവം അവരെയും കർത്താവെ മടക്കി വരുത്തുന്ന ദൈവമാകയാൽ അങ്ങ് നന്ദിയോടെ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഒരു പ്രാവശ്യം കൂടെ ഈ ശുശ്രൂഷകൾക്ക് ഇത്രത്തോളം അവിടുത്തെ സാന്നിധ്യം ഉണ്ടായിരുന്നതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, ഈ ചാനലിലൂടെ ഇതുവരെയും പുറത്തു കൊണ്ടുവന്ന സാക്ഷ്യങ്ങളും ഇനിയും അങ്ങ് പുറത്തു കൊണ്ടുവരുവാൻ പോകുന്ന സാക്ഷ്യങ്ങൾക്കായിട്ടും സ്തോത്രം ചെയ്യുന്നു. ഈ ചാനൽ അനേകർക്ക് അനുഗ്രഹമായി അങ്ങയുടെ നാമത്തിന്റെ മഹത്വത്തിന് കാരണമാക്കി കർത്താവ് തീർക്കുന്നതിനായി നന്ദി പറയുന്നു. ഒരുക്കിയ ഈ നല്ല അവസരത്തിന് കർത്താവിന് സകല മഹത്വവും നന്ദിയും കരയറ്റുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പിതാപുത്ര പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവത്തിൻ്റെ കൂട്ടായ്മ, സഹവാസം, കാവൽ നാം എല്ലാവരുടെ പേരിലും പ്രത്യേകമായി നമ്മുടെ നടുവിൽ കടന്നു വന്ന് ജീവിതാനുഭവങ്ങൾ പങ്കുവച്ച പ്രിയ കർത്താവിൻ്റെ ദാസൻ ജെയ്സന്റെ മേൽ, തൻ്റെ കുടുംബത്തിൻ്റെ മേൽ, ശുശ്രൂഷകളുടെ മേൽ ഇന്നു മുതൽ എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. താങ്ക് യു ദാസനെ, ഇത്രയും സമയം ഞങ്ങളോടൊപ്പം. മേഴ്സി ആന്റിയോട് ഒരു വാക്കിൽ നന്ദി പറയണം. UP-യിലുള്ള മേഴ്സി ആന്റിയുടെ ആ ഫാസ്റ്റിംഗ് പ്രയറിൽ വെച്ചുള്ള ശുശ്രൂഷയിലാണെന്ന് തോന്നുന്നു ആന്റി അറ്റൻഡ് ചെയ്തത് അല്ലേ? അതെ. മേഴ്സി ആന്റിയുടെ UPLPF-ന്റെ മീറ്റിംഗിൽ, ആ സൂം മീറ്റിംഗിലാണ് ഞങ്ങൾ ആ സാക്ഷ്യം കേട്ടത്. ആന്റിയോട് ഞങ്ങളും നന്ദി പറയുന്നു. ആന്റി ഒത്തിരി നമ്പറുകൾ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. പാസങ്ങളെ കുറിച്ച് ഒത്തിരി കേൾക്കുവാനായിട്ട് ദൈവം ഇടയാക്കിയിട്ടുണ്ട്. പലരും റെക്കമെൻഡ് ചെയ്യാമെന്ന് പറഞ്ഞെങ്കിലും ഞാൻ വിചാരിക്കുന്നു ഇതായിരുന്നു കർത്താവിന്റെ സമയം. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം. എല്ലാം ദൈവം നന്നായിട്ട് ചെയ്യുന്നല്ലോ. ദൈവത്തിന് സ്തോത്രം. താങ്ക് യു പാസ്റ്റർ. ദൈവം അനുഗ്രഹിക്കട്ടെ, എല്ലാവരെയും സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം. ഗോഡ് ബ്ലസ് യു. താങ്ക് യു ഫോർ വാച്ചിങ്.